ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഒത്തിരി ജോലികളുള്ള ദിവസമാട്ടോ. എന്തോരം ജോലി ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തോരം ജോലി ഇല്ല എന്ന് ചോദിക്കുകയായിരിക്കും എണ്ണ എടുക്കാൻ എളുപ്പം. അത്രയും ജോലികൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത്യാവശ്യം ഒരുങ്ങി. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ചുണ്ട ലിബാം ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മുടെ നല്ല ലിബാം ഇട്ട് കഴിയുമ്പോൾ ചേഞ്ച് നിങ്ങൾ നോക്കിക്കോ. എക്സ്ട്രാ വരുന്ന ഞാൻ ഇതുപോലെ വലിയ കണ്ടെയ്നറിലേക്ക് ഇട്ട് വെക്കുന്നതാണ്. അപ്പൊ വളരെ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. കൈ വിരലും കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ ചുണ്ടയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കും. പിങ്ക് ഞാനിപ്പോ റെഡും പിങ്കും കൂടി മിക്സ് ചെയ്തിടും. അപ്പൊ ഒരു പ്രത്യേക കളർ ഇട്ടു. ഇത് നമ്മുടെ റെഡ് ആണേ, ഇത് റെഡ്. അപ്പൊ ഇതും കൂടി കൊത്തല്ലേ ഇതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടാ. ഇതുണ്ടോ എന്തൊരു വ്യത്യാസം വന്നു അല്ലേ? ഇതാവുമ്പോ നമുക്ക് ധൈര്യമായിട്ട് അരി ഒക്കെ തുടക്കട്ടെ. കണ്ണാടി നോക്കി. ഇത് കണ്ടോ, ഇപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കിന് വരെ ലിബാം ഉപയോഗം ചെയ്യാം. വീവാക്സ് കോക്കനട്ട് ഓയിലും എസൻഷ്യൽ ഓയിലും മാത്രം ആയതുകൊണ്ട് അടിപൊളിയാണ്. വേറെ ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കെമിക്കൽ ഫ്രീ അല്ലേ, അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന് ബീറ്റ്റൂട്ടിന്റെ പൗഡർ എഡിബിൾ കളറുമാണ് ചേർക്കുന്നത്, കേക്കിലൊക്കെ ചേർക്കുന്നത്. അത് നമുക്ക് ഗവൺമെന്റ് അംഗീകരിച്ചേക്കുന്ന എഡിബിൾ കളർ അല്ലേ, അപ്പൊ അതുമാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനമാണ് മേടിക്കുന്നത്, നല്ല റേറ്റും. അപ്പൊ അത് ആ ഒരു സംഗതി ആയതുകൊണ്ട് നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് നമുക്ക് ചുണ്ട തേക്കുകയും ചെയ്യാം. ധൈര്യമായിട്ട് നമുക്ക് ഇനിയിപ്പോ ചുണ്ടൊക്കെ കടിച്ചു കുറച്ച് ഉള്ളി പോയാലും കുഴപ്പമില്ല. ഇതിൽ എല്ലാ കണ്ടന്റും നമുക്ക് ഓക്കെയാ. ഉള്ളി പോയാലും എഡിബിൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാ. അപ്പൊ ആ ഒരു രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്ഥിരം എത്രയോ വർഷമായിട്ട് ഇപ്പൊ ഇതാ തേക്കുന്നത്. എനിക്ക് 5 വന്നപ്പോ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ മിക്കവാറും ഇത് ഉപയോഗിക്കത്തില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും വലിയ ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാന്നല്ലാതെ അങ്ങനെ ഞാൻ നമ്മുടെ ഈ സ്ഥിരമായിട്ട് ലിബാം ഉപയോഗിക്കുന്നത് അത്രയും നല്ലതാണ് കൂട്ടുകാരെ. സേഫ് ആണല്ലോ, സേഫ് ആണ്, അത്യാവശ്യം കളറും കിട്ടും. അപ്പൊ ആ രീതിക്ക് അപ്പൊ ചുണ്ട് നല്ല മോയ്സ്ചറായില്ലേ, ചുണ്ടല്ല പ്ലമ്മായിട്ട് മോയ്സ്ചറായിട്ട് ഇരിക്കുകയും ചെയ്തോളും. അപ്പൊ അതൊക്കെയാണ് വേണം. അപ്പൊ നമുക്കിനി വർത്താനം പറഞ്ഞു നിൽക്കണ്ട. ഇന്നത്തെ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. താമസിച്ചു പോയി, സ്വപ്നം കണ്ടു. 7:28 എണീക്കുമ്പോ ആക്ച്വലി നേരത്തെ എണീക്കേണ്ടത് അശുഭത്തിന് 7:45 ആകുമ്പോഴത്തേക്കും പോകണം. നോക്കുമ്പോ എണീറ്റ് കഴിഞ്ഞപ്പോ ഞാൻ വലിയൊരു സ്വപ്നം കണ്ടിട്ടോ. എണീറ്റിട്ടോ എന്താന്നൊരു പൊട്ട സ്വപ്നം. 7:30 ഊട്ടിപ്പോയി അവന് ചായ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ബ്രെഡൊക്കെ മെരിക്കാത്തതുകൊണ്ട് ചേട്ടൻ കഴിക്കത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ വെച്ചു, ചായം വെച്ചു. പിന്നെ ഞാൻ ഇനി നമുക്ക് ഒത്തിരി ജോലികളുണ്ട് ഇന്ന്. അത് പിന്നെ എനിക്ക് നികുതി അടയ്ക്കാൻ പോകണം. അത് നികുതി അടയ്ക്കലൊന്നും ഇതുവരെ നടന്നിട്ടില്ല. വേണ്ട സാധാരണ നമുക്ക് നെറ്റ് വഴി അടയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ പഞ്ചായത്ത് മാറി, നമ്പർ മാറി. അപ്പൊ നമ്മൾ ഒരു വട്ടം ഡയറക്റ്റ് പോയി പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ അതൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അങ്ങനെ അടയ്ക്കണം. പിന്നെ മുതൽ നമുക്ക് നെറ്റിൽ അടയ്ക്കാം. അങ്ങനെയാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ബ്യൂട്ടി ഓയിൽ ഉണ്ടാക്കണം, നമ്മുടെ കുറേ കാര്യങ്ങൾ ഇത് ചെയ്യാറുണ്ട്. അപ്പൊ അതങ്ങനെ ഞാനിപ്പോഴും ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, അതിൽ ലിസ്റ്റ് എഴുതിയിടും. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. ഓരോന്നൊന്ന് ടിക്കിടും. കഴിഞ്ഞ് കഴിയുമ്പോൾ രാവിലെ മുതൽ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആവേശം. എന്റെ ഒരു സ്വഭാവം ഇതാണ്. എനിക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ എല്ലാ കളറും നോക്കിയിട്ട് മേടിക്കും. ഇതിപ്പം ഈ പൂക്കളും ഇതുമായിട്ട് ഒരു ഫ്രോക്ക് പോലെയാണ്, നല്ല സുഖ. കാറ്റൊക്കെ കയറി കൊണ്ട് നടക്കുകയും ചെയ്യാം, ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം. അങ്ങനെയാണ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇതിന്റെ ഒരു കളർ മേടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ അടുത്ത കളറും കൂടി മേടിച്ചു. അങ്ങനെ ഒരു 8 കേസ് ഉണ്ട് എനിക്ക്. വലിയ റേറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഓക്കെ. ഞാൻ എടുത്ത ഡ്രസ്സിന്റെ ഒക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് എല്ലാത്തിന്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. മിക്കത് ഞാനിപ്പോ 2 ഡേയ്സ് ഡ്രസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക്. ഞാൻ ഇങ്ങനത്തെ ഈ കംഫർട്ടും ബെഡ്ഷീറ്റും എല്ലാം കൂടിയുള്ള സെറ്റുകൾ മേടിക്കും. അപ്പൊ നല്ല ഉപകാരം. വേറെ ഒരു ബ്ലാങ്കറ്റും അതും ഇതൊന്നും തപ്പി നടക്കണ്ട. ഇതിൽ തന്നെ എല്ലാം കിട്ടും, പില്ലോ കേസും അതും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു 2500 2800 അങ്ങനെയൊക്കെയുള്ള റേറ്റില് 3000 താഴെ അങ്ങനെ കിട്ടും നമുക്ക്. ചെറുതിന്റെ ഉണ്ട് കേട്ടോ, 800 മുതൽ 1000 മുതൽ അങ്ങനെയൊക്കെയുള്ള. അപ്പം ഞാൻ കിങ് സൈസ് ഡബിൾ കിങ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ കിങ് സൈസ് എങ്കിലും മേടിക്കാം. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് വിരിക്കാനും പറ്റും. അപ്പൊ അങ്ങനെ. അപ്പൊ ഇത് ആദ്യം കൊണ്ടേ ഇറക്കാനിടാം. മിലോന്റെ ബെഡാണ് ഇത്. അപ്പം ഇതിവിടെ അല്ലാതെ കിടക്കത്തില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ മാറ്റി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അലക്കി കൊടുക്കും. അതിന് വേറെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിലിട്ട് അലക്കും. എന്നിട്ട് പിന്നെ മാറ്റി കൊടുക്കും. അതിന് കുറച്ച് വൃത്തി ഒരു 5-6 ദിവസം കഴിഞ്ഞ് പിന്നെ അത് അതേ കിടക്കാതെ മാറി കിടക്കുക, അസ്വസ്ഥത കാണിക്കും. അപ്പൊ നമുക്കറിയാം അതിന്റെ ബെഡ്ഷീറ്റ് മാറ്റാനായിരുന്നു. അതിന് മാറ്റിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ സുഖമായിട്ട് അതേ കിടന്നോളും. ഭയങ്കര എന്റെ സാധനങ്ങള് എന്റെ വൃത്തി എന്നൊക്കെ ഉള്ളത് ഭയങ്കര പ്രധാനമാണ് മിലോയ്ക്ക്. അപ്പൊ അങ്ങനെ കിടന്നോളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഒന്ന് അലക്കാനിടാം. നമുക്കിവിടെ 6 ബെഡ്റൂമും 5 ബാത്റൂമുമാണ് ഉള്ളത്. അപ്പൊ ഞാൻ താഴത്തെ ഒരു ബാത്റൂമില് ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ 2 ഉണ്ട്. അത് 2 ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമുക്കും ഒന്ന് നമ്മുടെ പെറ്റ്സിനും അങ്ങനെയുള്ളത്. അപ്പം ഈ ബേഡിന്റെ ആണെങ്കിലും അതുപോലെ ക്യാറ്റിന്റെ ഒക്കെ ആണെങ്കിലും ഞാൻ അതിൽ അലക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ അലക്കിയ തുണി അതിൽ കിടക്കും, രാത്രി അലക്കിയത്. അത് എടുത്തിട്ട് വേണം എനിക്ക് ഇപ്പൊ രാവിലെ തന്നെ ഇത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെനിക്ക് എളുപ്പമാണ്. ഇവിടെ നിന്നാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അലക്കി കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഞാൻ മുകളിൽ വിരിച്ചിടും. മുകളിൽ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ റിങ് കൊണ്ട് കയറി പോകുന്നിടം അവിടെ ഒക്കെ ഞാൻ വൈകുന്നേരം
നേരെ പിടിച്ചിടും, നന്നായിട്ട് കാറ്റ് കിട്ടിക്കോളും. ജനല് തുറന്നിട്ടേക്കുമായിരിക്കും, ഓക്സിജനേറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ കാറ്റ് ഫുള്ള് കയറും. അപ്പൊ വേഗം ഉണങ്ങി കിട്ടും. രാവിലെ ആകുമ്പോൾ എനിക്കതെല്ലാം നേരെ സോഫയിലേക്ക് എടുത്തിട്ടിട്ട് എനിക്ക് ഇവിടുന്ന് മടക്കി എടുത്ത് വെക്കാൻ എളുപ്പം. അതിനുവേണ്ടി ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്തേക്കണേ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇവിടെ ആദ്യം വാഷിംഗ് മെഷീൻ മുകളിലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പിന്നെ മുഷിഞ്ഞ തുണിയൊക്കെ ആയിട്ട് മുകളിൽ കയറിക്കൊണ്ടങ്ങനെ. അപ്പൊ ഞാനിവിടെ ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കുള്ള, അപ്പൊ അതിലേക്ക് ഇട്ടോളും. എന്നിട്ട് അത് എളുപ്പം അങ്ങനെ അറേഞ്ച് ചെയ്ത്. അപ്പൊ എന്റെ ബാക്കിയുള്ള ജോലികൾക്ക് ഇടയ്ക്ക് തന്നെ എനിക്കിങ്ങനെ വാഷിംഗും കൂടി നടന്നോളും. ഇത് പിന്നെ ഞാൻ പുറമേ ഒക്കെ പോകുമ്പോ ഈ പക്ഷിക്കുഞ്ഞ് ഭയങ്കര പുറമേ പോയിട്ടുണ്ടെങ്കിൽ ഇത് പറന്നു പോകും. അങ്ങനെയാണ്. അപ്പൊ ഇതിനാരെയും പിടിക്കും. ഇതിനങ്ങനെ പുറമേ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പക്ഷിക്കുഞ്ഞുങ്ങളല്ലല്ലോ. അപ്പൊ ഞാനിത് ഭയങ്കര കരച്ചിലായിരിക്കുവേ, ഒന്നും മാറാനേ പറ്റത്തില്ല, ഫുൾ ടൈം എന്റെ മേത്ത് അതിന് ജീവിക്കണം. അങ്ങനെയാണ്. പക്ഷെ ഞാൻ പുറമേ ഒക്കെ പോകുമ്പോൾ ഞാൻ പൂച്ചയൊക്കെ പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു കൂട് മേടിച്ചിട്ടുണ്ട്, ഇതിന് സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ അതിന് ഞാൻ ഫുഡും അതിന് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വെള്ളവും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് ഞാനിങ്ങനെ ഭയങ്കര മടിയാ ഇതിന് വരാൻ. അന്നേരം എന്നെ പിടിച്ച് കടിക്കും. ഇങ്ങനെ പിടിക്കുമ്പോ ആദ്യം ഇങ്ങനെ തലോടിയൊക്കെ കൊടുത്ത് സോപ്പടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പടിച്ച് ഞാൻ ഇതിനകത്തോട്ട് പിടിച്ചിട്ടിടും കേട്ടോ. എന്നിട്ട് ഇത് കിടന്ന് കരച്ചില്ല. ഞാൻ പുറത്തോട്ട് പോകണത്തെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് കരച്ചിലാണ് കേട്ടോ, ഭയങ്കര ബഹളമാണ്. അങ്ങനെ പുറത്തുമൊക്കെ പല കാര്യങ്ങൾക്ക് പോകാനുണ്ടല്ലോ. അങ്ങനെ എന്നാലും ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ഇടും കേട്ടോ കുറെ നേരം. അങ്ങനെ എന്നിട്ട് പിന്നെ രാത്രി ആകുമ്പോ പിന്നെ ഇത് കൂട്ടി കയറി കിടന്നോളൂ. നമ്മൾ പുതപ്പിച്ച് ഇങ്ങനെ വെക്കണം. ഇതിന് മനസ്സിലായതുകൊണ്ടാ ഇതിനകത്ത് ഇടട്ടെ. അങ്ങനെ ഇതിനകത്ത് ഇത് സ്വസ്ഥമായിട്ട് ഇരുന്നോളൂ. അതിന് കുറച്ച് നേരത്തേനേ ഉള്ളൂ. ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെയാണ്, പിന്നെ ഫുൾ ടൈം ഞാൻ എന്റെ കൂടെ തന്നെ കൊണ്ടു നടക്കും. അങ്ങനെയാണ്. ഇനി ഇതങ്ങനെ അപ്പിടുവോ വൃത്തിയിടാക്കൊന്നുമില്ല. അതിന് ഒരു കറക്റ്റ് ഒരു ടൈമിംഗ് ഉണ്ട്. രാവിലെ എണീറ്റ് വരുമ്പോ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് ആട്ടോ. എണീറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ ഇതിനെ കൊണ്ട് നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് ചെയ്യുന്ന നേരത്തൊക്കെ പോകും കേട്ടോ. അപ്പൊ ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് അവിടെ അപ്പിടും. അപ്പൊ ഞാൻ ബാത്റൂം ഒന്ന് കഴുകിയിടും. അങ്ങനെയാണ്. പിന്നെ ഇതങ്ങനെ അപ്പിട്ട് കണ്ടിട്ടേ ഇല്ല. പിന്നെ വല്ല വൈകുന്നേരം അങ്ങനെ എപ്പോഴെങ്കിലും കേട്ടോ. അപ്പൊ എനിക്ക് ഏകദേശം അറിയാം ഫുഡൊക്കെ തിന്ന് അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഞാൻ വേറെ ഈ കൂട്ടിക്കൊണ്ട് വെക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വൈകുന്നേരം അങ്ങനെ 2 നേരമൊക്കെ ഇത് അപ്പിടത്തുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ എപ്പോഴും ബാക്കിയുള്ള പക്ഷികളെ പോലെ ഇങ്ങനെ അപ്പിട്ട് നശിപ്പിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇത് പിന്നെ നമ്മുടെ മിലോ കുഞ്ഞിന്റെ ഏരിയ ആണ് കേട്ടോ. നമ്മുടെ കിച്ചൺ, മിലോയുടെ കിച്ചൺ ഇതാണ്. മിലോയുടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇതിന് ഞാൻ പിന്നെ ഇവിടെ എണീറ്റ് വരുമ്പോ തന്നെ അതിന്റെ ഫുഡ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. വെള്ളം അതിന് സെക്കൻഡ് അടുക്കളയിൽ ഭയങ്കര വൃത്തിയായി. ഫുഡിന്റെ അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല, കുടിക്കത്തില്ല. അവരുടെ വിചാരം ഡേർട്ടായിന്നാ. അപ്പൊ അതിന് ഞാൻ സെക്കൻഡ് അടുക്കളയിൽ നമ്മുടെ വെള്ളം എടുക്കുന്ന പാത്രത്തിന്റെ നമ്മളെ വെള്ളം എടുക്കുന്ന ഫിൽറ്ററിന്റെ താഴെ ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് കുറച്ച് ദൂരം. അപ്പൊ ഇത് ആ ഫിൽറ്ററിൽ നിന്ന് എടുക്കുന്ന വെള്ളം അത് കുടിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിക്ക് ഭയങ്കര വൃത്തിയിലാണ് കാണിച്ചിട്ട്. അപ്പൊ അവിടുന്ന് അത് വെള്ളം കുടിക്കത്തുള്ളൂ. അതിനൊരു വേറെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പോയി അത് കുടിക്കും. അങ്ങനെയാണ്. ഇവിടെ എല്ലാവർക്കും ഒരു ഓർഡർ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് സമാധാനമുണ്ട്. അങ്ങനെ അപ്പൊ ഇത് ഇനിയിപ്പോ നമ്മുടെ കിച്ചൺ രാവിലെ അച്ഛൻ അങ്ങോട്ടേക്ക് ഡ്യൂട്ടിക്ക് പോകും. പിന്നെ അവര് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ. അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. പക്ഷെ അതൊരു മുസ്ലിം സ്ഥാപനമാണ്. എന്നിട്ട് അവർ എത്ര നല്ല മനുഷ്യരാണ് ഞാൻ ഓർക്കണേ. അവരുടെ ജോലിക്കാർക്കെല്ലാം അവര് ഫുഡ് കൊടുക്കുന്നുണ്ട്. അവര് നോമ്പാണല്ലോ എന്നിട്ട് പോലും. അങ്ങനെ അപ്പൊ അത് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നിട്ടോ. ദൈവം അവരെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അത് അവർക്ക് ഒരു 10 ഇരട്ടി ലാഭം കിട്ടട്ടെ. ആ ഒരു രീതിയിൽ ഞാൻ പലപ്പോഴായിട്ട് പ്രവർത്തിച്ചിട്ടോ ഇപ്പം. അങ്ങനെ അപ്പൊ അതുകൊണ്ട് സമാധാനമുണ്ട്. അവര് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ഫുഡ് കൊടുക്കും. അപ്പൊ നേരത്തെ ഡ്യൂട്ടിയും കഴിയും. അങ്ങനെയാണ്. നോമ്പ് കാലം അല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ടാവും വൈകുന്നേരം നേരത്തെ വരികയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ അപ്പൊ നമുക്ക് അത്യാവശ്യം പുറമെ ഒക്കെ പോകണമെങ്കിൽ പോവുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. നോമ്പ് കാലമായതുകൊണ്ട് അങ്ങനെ ഫുഡും കിട്ടും. അങ്ങനെ എന്തായാലും അവനങ്ങ് പോയി. അപ്പൊ പിന്നെ എന്റെ യാത്ര അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര എളുപ്പമാട്ടോ. അപ്പൊ ഈസിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറക്കി തിന്നാൻ മതിയല്ലോ. അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ വേണം അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇന്നലെ എന്റെ എക്സ് അമ്മായിയമ്മയുടെ 50ാം വിവാഹ വാർഷികമായിരുന്നു കേട്ടോ. പശുപച്ചും ബാക്കി എല്ലാവരും കൂടി ഭയങ്കര ആഘോഷമായിരുന്നു അവിടെ. അപ്പം പുള്ളിക്കാരി എനിക്ക് ഫുഡ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കേക്കും ഫുഡും എല്ലാം കൊടുത്തു വിട്ടോ. എനിക്ക് സങ്കടം തോന്നി കേട്ടോ. പാവം അതിന് എന്തൊരു മിസ്സിങ് ഇപ്പോഴും നമ്മളെ ഞാനിങ്ങനെ ഓർത്തെ. എന്തുണ്ടെങ്കിലും കൊടുത്തു വിട്ടു കേട്ടോ. കറി വെച്ചാലും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിലും ഒക്കെ കൊടുത്തു വിട്ടു കേട്ടോ. നമ്മളും അതുപോലെ തന്നെയാണ്. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൊടുത്തുവിടും അച്ഛൻ്റെ അടുത്ത് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ വീടും. അങ്ങനെ എല്ലാം കൊടുത്തുവിടും. അങ്ങനെയാണ്. അപ്പൊ അവൻ അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാമറ കൊണ്ട് പോയി അവൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇന്നലെ കുറച്ചു നേരം കണ്ടു. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ അപ്പം പുള്ളിക്കാരിന്റെ 50ാം വിവാഹ വാർഷികമായിരുന്നു. അങ്ങനെ അപ്പൊ അതിന്റെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാത്രി അത് കഴിച്ചേ. അപ്പൊ അതിന്റെ ബാലൻസ് ഇനി ഇരിപ്പുണ്ട് കേട്ടോ. കുറെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പം ഇനിയിപ്പം ഉച്ചത്തേന് അതുണ്ട്, ഒരു സ്പെഷ്യൽ ആയിട്ട് അതുണ്ട്. ഞാൻ ഇതുപോലെ വലിയ കുക്കറിലേക്ക് ഒരു 3 ഗ്ലാസ് അരിയൊക്കെ
ഇതുപോലെ വേവിച്ചിട്ട് പല ഇങ്ങനത്തെ ഫുഡ് ഗ്രേഡ് പാത്രങ്ങളാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും കേട്ടോ. വലിയ ഫ്രിഡ്ജാണ് നമ്മുടെ, അപ്പൊ അതിൽ സ്ഥലമുണ്ട്. പിന്നെ ഒരു സൈഡ് ഫ്രീസറാണ് ഫുള്ള്, ആ സൈഡിൽ മുഴുവനും ഡോഗ്സിന്റെ മീറ്റുകളാണ് ഞാൻ അധികവും മേടിച്ചു വെക്കുന്നത്. നമ്മൾ അധികം ഫ്രഷ് ആയിട്ട് തന്നെ മേടിക്കുവേണേ. അപ്പൊ അത് മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. 10 കിലോ അല്ലെങ്കിൽ 15 കിലോ ഒന്നിച്ച് മേടിച്ചു വെക്കും. അപ്പൊ എനിക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് ഡോഗ്സിന് വേണ്ടി ഞാനൊരു കുക്കർ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കുക്കറിലേക്ക് വേവിച്ചിട്ട് പിന്നെ കൊണ്ടുപോകുന്ന വേറെ പാത്രത്തിൽ, പിന്നെ അവിടെ ഡോഗ്സിന് വേറെ പാത്രങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ അടുക്കളയിലേക്ക് എങ്ങോട്ട് എടുക്കില്ല, പുറത്തുനിന്ന് തന്നെ കഴുകി അവിടെ തന്നെ കമത്തി വെക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളിൽ ചോറാക്കി വെക്കുന്നുണ്ട്. എനിക്ക് 2 ദിവസം 3 ദിവസത്തേനുള്ള അവരുടെ ഫുഡ് ഇങ്ങനെ റെഡി ആയിരിക്കും. എപ്പോഴും കുക്ക് ചെയ്ത് വെക്കും. മീറ്റ് കുക്ക് ചെയ്ത് വെക്കും, ഇതും കുക്ക് ചെയ്ത് പാത്രങ്ങളാക്കി വെച്ചേക്കും. അപ്പൊ അതുകൊണ്ട് എളുപ്പം എടുത്ത് ചൂടാക്കി കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. തീരുമ്പോ കുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അന്നൊന്നും കുക്ക് ചെയ്യലും നടക്കത്തില്ല. ഒരു വലിയ കുക്കർ അവരുടെ ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുക്കർ ഞാൻ ഇവരുടെ ഫുഡ് ഇടയ്ക്ക് എടുത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന. അപ്പൊ ഇതിലേക്ക് ചൂടാക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് കൊണ്ടുപോകും. അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് ചൂടാവട്ടെ, നമ്മുടെ ഡോഗ്സിന്റെ ഫുഡ്. ആ സമയം കൊണ്ട് ഞാൻ വേഗം നമ്മുടെ തുണിയെല്ലാം, ഇന്നലെ രാത്രി അലക്കിയ തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ കിടക്കുക, അതെല്ലാം എടുത്തിട്ട് മുകളിൽ വിരിച്ചിടും. എന്നിട്ട് ബാക്കിയുള്ള തുണി ഇപ്പൊ അലക്കാനിടും. അപ്പൊ അത്ര ആ പണിയും കഴിയുമല്ലോ. എന്നിട്ട് വേഗം പോയിട്ട് ചെടികൾ നനയ്ക്കും. ചെടികളും കൂടി നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് ഒന്നോട് ചിക്കി ഒരു സ്പ്രേ ഒക്കെ അടിച്ച് നമുക്ക് നേരെ പുറത്ത് പോകാം. അവർ ഡോഗ്സിന്റെ ഫുഡും കൊടുക്കും. അങ്ങനെയാണ്. അങ്ങനെ അത്രയും ചെയ്തിട്ട് നമുക്ക് വേഗം വരാം. എല്ലാ കാര്യവും നമ്മളൊരു ഓർഡറിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ എന്ന് ചെയ്യും. പിന്നെ രാവിലെ മുതലേ നമുക്കൊരു മനസമാധാനം വേണം. ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ലേഡീസ് അല്ലേ, നമുക്കൊരു ജീവിതത്തോട് ഒരു പോസിറ്റിവിറ്റിയും ഒരു സമാധാനം വേണം. നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് സമാധാനം തരുവാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പം അതിന് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ബെഡിൽ നമ്മൾ കണ്ണ് തുറന്ന് എണീറ്റ് നമ്മൾ ഇരിക്കുമല്ലോ, ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ചിരിക്കണം എന്ന്. ആരും ഉണ്ടായിക്കോട്ടെ, എന്തും ഉണ്ടായിക്കോട്ടെ, അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചിരിക്കണം. ഒന്നുകിൽ നമ്മൾ എന്തായാലും ദൈവത്തിനോട് നമ്മൾ നന്ദി പറയുമല്ലോ രാവിലെ എണീക്കുമ്പോ തന്നെ. ആ ഒരു രീതിയിൽ മനസ്സിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ. ആ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചിരിക്കണം. അപ്പൊ ചിരിക്കുമ്പം ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഈ പേശികളെല്ലാം പിന്നെ ചിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ തലച്ചോറിലേക്ക് സിഗ്നൽ പോണത് ഇവര് ഭയങ്കര ഹാപ്പിയാണെന്ന്, ഇവര് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന്. അപ്പൊ ബ്രെയിൻ നമുക്ക് പിന്നെ അന്നത്തെ ദിവസം മൂഡ് ഓഫ്, അപ്പൊ നമ്മുടെ നല്ല ഹോർമോണുകൾ, സന്തോഷത്തിന്റെ ഹോർമോണുകൾ പെട്ടെന്ന് ഇവര് ഭയങ്കര ഹാപ്പി ആണെന്നുള്ള മട്ടില് ബ്രെയിൻ അതിന്റെ സിഗ്നൽ കൊടുക്കും. അപ്പൊ ആ ദിവസം മുഴുവൻ നമുക്ക് ആ സന്തോഷം നിലനിർത്താൻ പറ്റുമെന്നാ പറയണത്. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എന്തായാലും വെറുതെ ഒന്ന് ചിരിക്കണം എന്ന്. അതൊരു ട്രിക്കാണ് പോലും. ആ ദിവസം മുഴുവൻ നമുക്ക് നല്ല എനർജി, സന്തോഷം കിട്ടാൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എണീറ്റിരിക്കുമ്പോ തന്നെ നമ്മുടെ ചോട്ടിൽ മിലോ ഇത് നോക്കിയിരിപ്പുണ്ടാവും എന്നെ. അപ്പൊ ഞാൻ മിലോയുടെ ഹായ് മിലോ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനോട് സംസാരിക്കും. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അതിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെ പക്ഷിക്കുഞ്ഞ്, അപ്പൊ പക്ഷിക്കുഞ്ഞിനെ ഞാൻ ടുട്ടൂന്ന് വിളിച്ചിട്ട് പിന്നെ അതിനെ എടുത്തിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് കൊഞ്ചിക്കുമ്പോൾ നമ്മൾ ചിരിച്ച് വർത്താനം പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു എനർജി ഉണ്ട് രാവിലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ലെങ്കിൽ തന്നെ ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞും കുറ്റപ്പെടുത്തിയും വിഷമിപ്പിച്ചും ഒക്കെ ഇങ്ങനെ ആരും ഒന്നും ദ്രോഹിക്കാനില്ലെങ്കിൽ തന്നെ ഇങ്ങനെ മെന്റൽ ടോർച്ചർ എന്ന് പറയല്ലോ, ഭയങ്കരമായിട്ട് മെന്റൽ ടോർച്ചർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സമാധാനത്തോടെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ഞാൻ ആ ഒരു സ്റ്റേജിൽ കൂടെയാണ് പോകുന്നത്. എന്നെ രാവിലെ മുതൽ കുറ്റം പറഞ്ഞ് എണീക്കുമ്പോൾ മുതൽ നമ്മളെ ടോർച്ചർ ചെയ്ത് മെന്റൽ ടോർച്ചർ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട്. നമ്മൾ സമാധാനത്തോടാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. ഇന്നലെ ഇങ്ങനെ എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നേ, ഞാൻ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല കേട്ടോ. എന്തോ ഒരു മാനസിക പീഡനത്തിൽ കൂടി ആ ഒരു ലേഡി കടന്നു പോകുന്ന 50 വയസ്സുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഏകദേശം ഒരു പ്രായമുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം വേദനകളിങ്ങനെ വിഷമിക്കുന്നത്. എനിക്കത് അതേ അർത്ഥത്തിൽ മനസ്സിലാവും കേട്ടോ. നമ്മൾ ഒരിക്കൽ അനുഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അതേ അർത്ഥത്തിൽ മനസ്സിലാവും. എന്തുമാത്രം മാനസിക പീഡനങ്ങൾ എന്തിനോടെങ്കിലും അല്ലെ ഈ ജീവിതത്തില്, ഈ ലോകത്തിലെ എല്ലാ ലേഡീസിനാണെങ്കിലും എല്ലാ പുരുഷന്മാർക്കാണെങ്കിലും സമാധാനത്തോടെ ജീവിച്ച് മരിക്കാനുള്ള ഒരു അവകാശം ഉണ്ടല്ലേ. എസ്പെഷ്യലി ലേഡീസിന് അവർക്ക് സ്നേഹവും പ്രൊട്ടക്ഷനും സഹായവും സഹകരണവും ഒക്കെ കിട്ടി ജീവിച്ച് മരിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലേഡിയാണ് ഒരു ക്രൂരനായ ഒരു പുരുഷൻ ഇതുപോലെ വേദനിപ്പിക്കുന്നതെന്ന് ഓർക്കണം. ഇയാൾ പല സ്ത്രീകളുടെ പുറകെ പോകുന്ന ചില ആണുങ്ങൾ അങ്ങനെയാണ്. അവർക്ക് ധർമ്മമില്ല, കടമയില്ല, കർത്തവ്യമില്ല, ഒന്നുമില്ല. അവരൊന്നെങ്കിൽ പക്കാ നാർസിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ഉള്ള പിന്നെ ഒരു പുരുഷനായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഒത്തിരി ട്രോമകൾ ഏറ്റിട്ട് അവരൊരു ഭയങ്കര ക്രൂരതയായിരിക്കും. അവരുടെ മദറിനോടുള്ള റിവഞ്ച്, മദറിനോട് ഭയങ്കര സ്നേഹമായിരിക്കും അവർ വളർന്നു വരുമ്പോ കാണിക്കുന്നത്. പക്ഷെ ആ മദറിനോടുള്ള റിവഞ്ച് ഇവരുടെ ഉപബോധ മനസ്സിൽ കിടന്ന് ഇവർക്ക് കിട്ടുന്ന ഒരു ഏരിയയുടെ മുകളിൽ ഇവർ ആ ദ്രോഹം മുഴുവൻ എടുക്കും. അതാണ് ഇവരുടെ ഈ ഒരു ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇയാൾ കണ്ടോ പല സ്ത്രീകളുടെ അങ്ങനെ ഒത്തിരി പുരുഷന്മാരുണ്ട്. അത്തരം പുരുഷന്മാര് പല പുറമേ അവർ ഭയങ്കര നല്ലവരായിട്ട് ആക്ട് ചെയ്യും സമൂഹത്തില്, ഉത്തമ പുരുഷനായിട്ട്. ഇപ്പൊ ഈ ലേഡി തന്നെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് നാർസിസ്റ്റുകൾ. ഭയങ്കര ഉപദേശം കൊടുക്കല്, എല്ലാരെയും സമാധാനിപ്പിക്കല്, സന്തോഷിപ്പിക്കല്, ഗിഫ്റ്റ് കൊടുക്കല്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ
അവരുടെ ഇരയോട് കാണിക്കുന്നത് പക്ക ക്രൂരതയായിരിക്കും. ഒരു മനുഷ്യനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവർ ഇങ്ങനത്തെ മനുഷ്യരാണോ എന്നുള്ള. പല പല സ്ത്രീകളെ ഇവർക്ക് വേണം, ഇവർക്ക് വാലിഡേഷൻ വേണം എപ്പോഴും എപ്പോഴും ഇവർക്ക്. പിന്നെ ഇവര് ഭയങ്കര നല്ലതാണ്. പിന്നെ അവർക്ക് സെക്ഷലി ഭയങ്കര പിന്നെ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഇവരുടെ അബ്നോർമാലിറ്റീസ് കാരണം ഇവർക്ക് ശരിക്കും ഓർഗാസോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു ലൈഫിൽ ഒരു ഇതൊന്നും കിട്ടത്തില്ല. അപ്പൊ ഇവരുടെ വിചാരം പല പല സ്ത്രീകളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എനിക്കിതിനുള്ള കഴിവുണ്ട്, പല സ്ത്രീകളെ ക്യാച്ച് ചെയ്ത് പിടിക്കാനുള്ള കഴിവുണ്ട്, അപ്പൊ എനിക്ക് പല സ്ത്രീകളിൽ നിന്ന് ഒത്തിരി ജീവിതത്തിൽ ഇങ്ങനെ പല സുഖങ്ങൾ കിട്ടും. പക്ഷെ ആക്ച്വലി സൈക്കോളജി പരമായിട്ട് നോക്കുവാണെങ്കിൽ ഇവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ എത്ര സ്ത്രീകളുടെ കൂടെ പോയാലും ഇവർക്ക് കുറ്റബോധവും പിന്നെ അപമാനമാണ് സ്വയം മനസ്സിൽ തോന്നുന്നത്. പക്ഷെ ഇവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ഇവർക്ക് ഒരു സ്ത്രീയിൽ ഒതുങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഭാര്യ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പല പല സ്ത്രീകളുടെ പുറകെ പോകും. എന്നിട്ട് ഇങ്ങനെ പക്ഷെ സമൂഹത്തിൽ ഇവർ ഭയങ്കര നല്ലവരായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് എല്ലാവരുടെ അടുത്തുനിന്ന് ഒന്നെങ്കിൽ പണം അല്ലെങ്കിൽ സെക്സ് ഇതൊക്കെ പിടുങ്ങി ഇങ്ങനെ ജീവിച്ച് അവരുടെ ജീവിതം ഒരു കുത്തഴിഞ്ഞ് ജീവിച്ച് എന്നാ ഭയങ്കര നല്ലവരാന്ന് കാണിച്ച് ആക്ട് ചെയ്ത് അങ്ങനെ തീർക്കും. നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളെന്ന് വെച്ചാൽ ഇത്തരം മാനസികാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും നമ്മുടെ കുഴപ്പങ്ങളല്ല. ഇപ്പൊ ഞാൻ വളർത്തുന്ന ഒരു മകനോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് വളർത്തുന്ന എനിക്കറിയാവുന്ന ഒരു മകനോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം നമുക്കറിയാം നമ്മൾ എങ്ങനെയാ അവരെ വളർത്തിക്കൊണ്ട് വരുന്നേ, അവരുടെ ഒരു മാനസിക വളർച്ച എങ്ങനെയാണ്, എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മളത് പറഞ്ഞു കൊടുത്ത് ന്യായവും നീതിയും ഒക്കെ പറഞ്ഞു കൊടുത്ത്. ഇപ്പൊ ഞാൻ പലപ്പോഴും അശ്വിന്റെ കൂടെ യാത്ര പോകുമ്പോൾ അവന് പഴയ കാര്യങ്ങൾ കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും അവനോട് ഇങ്ങനെ പഴയ കാര്യങ്ങൾ സംസാരിക്കട്ടെ, ഓരോരോ കാര്യങ്ങളും എന്റെ അനുഭവങ്ങളും കൂടെ അവനറിയാം. അപ്പൊ ഞാൻ അവനോട് നിർബന്ധമായിട്ട് പല വട്ടം പറഞ്ഞ അവന്റെ ബ്രെയിനിൽ അടിച്ചേൽപ്പിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ കൊച്ചേ, നീ ഇപ്പൊ കല്യാണം കഴിച്ചു കഴിയുമ്പോ നിനക്ക് 3 ലക്ഷം രൂപ പിന്നെ മാസം ശമ്പളം കിട്ടുന്ന ഒരു വൈഫ് ആയിക്കോട്ടെ. പക്ഷെ അവള് ജോലി ചെയ്യുന്ന പൈസ അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കോ അല്ലെ അവൾക്കോ എന്തായിക്കോട്ടെ, നീ ഒരാളെ കല്യാണം കഴിച്ചു എങ്കിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇത് നിന്റെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള റെന്റ് ആണെങ്കിൽ റെന്റ്, അല്ലെ വീടാണെങ്കിൽ വീട്, എന്തോ ആണ് മരണം വരെ. നിനക്ക് ആവശ്യങ്ങൾ വന്നാൽ അവൾക്ക് തരാൻ മനസ്സുണ്ടെങ്കിൽ തരുവൊക്കെ ഇല്ലേ. നിന്റെ ഉത്തരവാദിത്തമാണ് ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ലൈഫാണ് നിനക്ക് വേണ്ടി അവള് സമർപ്പിക്കുന്നത്. അപ്പൊ അവളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തം, ആണിന്റെ ഉത്തരവാദിത്തം അത്. അപ്പം അവളെ സംരക്ഷിക്കാന്നുള്ളത്, ഇനിയിപ്പൊ അവളുടെ കയ്യിൽ പൈസ ഉണ്ടോ, അവൾക്ക് സ്വത്തുണ്ടോ, എന്തോ ഉണ്ടോ, ഒന്നെങ്കിൽ അവളുടെ പാരന്റ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തായിരിക്കാം, അല്ലെ അവള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമായിരിക്കാം. അതൊന്നും നിനക്ക് പിടിച്ചു പറിച്ചെടുക്കാനോ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനോ എനിക്കില്ലാന്നും പറഞ്ഞ് പരിതപിക്കാനോ ഒന്നും ഉള്ള റൈറ്റ് നിനക്കില്ല. നീ അവളെ കല്യാണം കഴിച്ചാൽ നീ അവളെ പ്രൊട്ടക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അവൾക്കുള്ള ഭക്ഷണവും മരുന്നും ഡ്രസ്സും മേടിച്ചു കൊടുത്ത് അവൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തം. അങ്ങനെ ചെയ്യുന്ന ഒരു പുരുഷന് ഒരു സ്ത്രീയും വെറുക്കത്തില്ല, ചതിക്കത്തില്ല. പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അങ്ങനെ പിന്നെയും അതിൽ ചാടുന്നുണ്ടെങ്കിൽ അവര് ന്യൂമോമാനിക് എന്ന് പറയുന്ന സെക്ഷൽ ഡിസീസ് ഉള്ളവരാണ്, അവരെ വിട്ടേക്കുക, അത്രയേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാതെ ഒരു സ്ത്രീയെ ഇങ്ങനെ ഇപ്പൊ ഇയാള് കാണിക്കും പോലെ ഇത്രയും സ്നേഹത്തോടെ കെയർ ചെയ്ത് നിന്നിട്ടും പല പല സ്ത്രീകളുടെ പുറകെ പോകും. ചില പുരുഷന്മാർക്ക് അങ്ങനെയാണ്, പല സ്ത്രീകളുടെ മണം അടിച്ചാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. വീട്ടിൽ ബിരിയാണി ഉണ്ടെങ്കിലും അവർക്ക് ഉണക്കുമത്തി ചുട്ടത് ഇങ്ങനെ തപ്പി നടക്കും, കുറെ പൂച്ച തപ്പി നടക്കും പോലെ തപ്പി നടക്കും. എന്നിട്ട് ഇതിന്റെ എല്ലാം മണം അടിച്ച് കുറെ സെക്ഷൽ ഡിസീസും പിടിച്ച് അങ്ങനെ ജീവിതത്തിൽ കുത്തഴിഞ്ഞ് ജീവിച്ച് ഭയങ്കര നല്ലവനായിട്ട് ആക്ട് ചെയ്ത് അങ്ങനെ അവർ ഒടുങ്ങി തീരും. അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുക. ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരിക്കും, നമുക്ക് ഭയങ്കര ട്രോമ ബോണ്ടിങ്ങും സങ്കടവും കരച്ചിലും എല്ലാവരെ പോലെ നമുക്കൊരു ലൈഫ് ഇല്ലല്ലോ എന്നുള്ള വിഷമവും പിന്നെ എല്ലാം കൊണ്ട് ഭയങ്കര ഡിപ്രഷനും നമ്മുടെ മാനസികാവസ്ഥ ഭയങ്കര വേഴ്സായിരിക്കും. പക്ഷെ അതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ ബ്രെയിനൊക്കെ ഒരു കഴിവുണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് എന്ത് ദുഃഖത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പഴയതുപോലെ ആകും. നമ്മുടെ ന്യൂറോൺസ് എല്ലാം ആ ഒരു രീതിയിലേക്ക് സജ്ജമായിരിക്കുന്നത്. സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പഴയ അന്തരീക്ഷം നമുക്ക് തിരിച്ചു വരും, നമ്മുടെ ബ്രെയിനിലും നമ്മുടെ ശരീരത്തിലും. അങ്ങനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉള്ളിടത്തോളം കാലം നമുക്ക് പേടിക്കണ്ട. നമ്മൾ പഴയ രീതിക്ക് നമ്മുടെ ഉത്സാഹവും ഉന്മേഷവും കഴിവും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഞാൻ ഈ ലേഡിയോട് അതൊക്കെ പറഞ്ഞേ, ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ അതിൽ നിന്ന് പോരെ, അത് നല്ലത്. ഇത്രയൊക്കെ പേഴ്സായ ഒരാളെ നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല. മാക്സിമം നമ്മൾ ശ്രമിക്കുക. എന്നിട്ടും പേഴ്സാണെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളൂ, നമ്മുടെ ജീവിതം അവിടെ അടിയറ വെച്ച് വേദനിച്ച് തീരുന്നത്. നമുക്ക് ഇത്തരം സ്ട്രെസ്സും ടെൻഷനും അടിക്കുന്ന കാലത്ത് നമുക്ക് നമ്മുടെ ബാലൻസ് പോലും നഷ്ടപ്പെടും. അങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ നെർവ് സിസ്റ്റം മുഴുവൻ ഡാമേജ് ആയിട്ട് നമുക്കിപ്പം ബെഡ്റൂമിൽ നിന്ന് കിച്ചൺ വരെ വന്നെങ്കിൽ 2-3 സ്ഥലത്ത് പിടിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ. അത്രയും നമുക്ക് ബ്രെയിൻ ഫോഗും ബാലൻസ് ഒക്കെ പോയി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പിടിക്കും. അതുപോലെ ശരീരം മുഴുവൻ ഫൈബ്രോയിഡ്
ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞ പെയിൻ ആയിരിക്കും. എന്തോരം മരുന്ന് മേടിച്ചാലും എന്തോരം ടെസ്റ്റ് ചെയ്താലും എല്ലാം നോർമൽ. പക്ഷെ നമുക്ക് അട്ടിമുട്ടി വേദനയും വിഷമവും തീരാവ്യാധികളും മനസ്സിന് സംഘർഷവും ടെൻഷനും തലയൊക്കെ പൊട്ടിത്തെറിച്ചു പോയി. എന്തിനാണ് കുറെ നമ്മൾ ഒരു പരിധി കൂടുതൽ ഡിപ്രഷനിൽ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കയറി പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ശരീരം തളർന്ന് നമ്മൾ വീഴും, പിന്നെ നമ്മൾ മരിച്ചു. അതാണ് ഡിപ്രഷൻ ഓവർ ആയിട്ടുണ്ടെങ്കിൽ വീണ് പോയാൽ പിന്നെ നമ്മുടെ നേർവ് മുഴുവൻ ഡാമേജ് ആവും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുവാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണെങ്കിലും മറ്റുള്ളവർ കാണുമെന്നോ കേൾക്കുമെന്നോ മറ്റുള്ളവർ അറിയുമെന്നോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. നമ്മൾ പിന്നെ ബാക്കിയുള്ള ജീവിതം ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് തൊഴിയുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ സപ്പോർട്ടോട് കൂടി നമ്മൾ മുന്നോട്ട് പതുക്കെ നടന്നു പോവുക. ആ സമയത്ത് നമുക്ക് പ്രകൃതിയും ദൈവവും എല്ലാ തുണകളും തരും, സപ്പോർട്ടും തരും. നമുക്ക് ധൈര്യം വരും, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സമാധാനം സന്തോഷം തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് എനർജി ആകും, നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എവിടെയോ കിടന്ന് ഏതോ ഒരു നാറിയ പുരുഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് അങ്ങനെ, ഈ സ്ത്രീ ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ആ ജീവിതം കളയുന്നത് എന്തിനാണ്? അവർക്ക് സംസ്കാരമില്ല, അന്തസ്സില്ല, അഭിമാനമില്ല, ഒന്നുമില്ല. അവരുടെ വിചാരം അവർ ചെയ്യുന്ന എല്ലാം ശരിയാണ്. ഇത്തരം ആളുകളുടെ ബ്രെയിൻ ഭയങ്കര ഡിസോർഡറാണ്. അവർക്ക് ഒരു കാലത്ത് നമ്മുടെ വേദനകളോ വിഷമങ്ങളോ എന്തോരം കരഞ്ഞാലും അവര് കൂളായിട്ട് വരുന്ന ടി വി കാണും, കമ്പ്യൂട്ടർ കാണും, ഫോൺ വീഡിയോ കാണും. ഈ ലേഡി തന്നെ പറയുന്നുണ്ട് ഭയങ്കര ആനിമൽ അഡിക്റ്റഡ് സെക്സ് വീഡിയോ കാണുമെന്ന്. എല്ലാ നാർസിസ്റ്റ് ആയുള്ള പുരുഷന്മാരും ഇത് തന്നെ. അവർക്ക് ആനിമൽ സെക്സ്, പിന്നെ പോൺ വീഡിയോ, കുട്ടികളോടുള്ള അങ്ങനത്തെ ഇത്, പിന്നെ അബ്നോർമാലിറ്റി, അങ്ങനെ എല്ലാം അവർ എൻജോയ് ചെയ്യും. സെക്സ് അഡിക്റ്റ് ആണ് ഇവര്. അങ്ങനെയാണ്. ഇവർക്കത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം, സിനിമാ തിയേറ്ററിൽ പോലും ഇരുന്ന് മാസ്റ്റർബേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേ രീതിയിൽ ഇവർ അഡിക്റ്റഡ് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ളവരെ. നമ്മൾ രക്ഷപ്പെടുക, അതേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനും ഈ ലേഡിയോട് അത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. എസ്കേപ്പ്. ഇപ്പൊ അവർക്കൊരു ചെറിയൊരു ജോലിയും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് അവർക്ക് 10,000 രൂപ സാലറി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതം ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് ഒരു ഹായ് ബൈയില് ഹസ്ബൻഡിനെ നിർത്തിയേക്കോ അവരിങ്ങനെ. അപ്പൊ അവര് എങ്ങനെ ജീവിക്കാം? ഓക്കെ, അതങ്ങനെ പോട്ടെ. അശുകൊച്ചു രാവിലെ കഴിക്കാതെ പോയപ്പോഴും ചായ കുടിച്ചായിരുന്നു, അതെടുത്തുക്കട്ടെ. രാവിലെ അശുകൊച്ചു പോകുമ്പോ ഗേറ്റ് തുറന്ന് അവൻ പോകും. അപ്പൊ ഞാൻ ഗേറ്റ് വന്ന് അടച്ചിടും. ചില ദിവസങ്ങളിൽ ഞാൻ അന്നേരം അവൻ ഗേറ്റ് തുറന്ന് പോകാൻ വേണ്ടിയിട്ട് ഡോഗ്സിനെ അങ്ങ് പൂട്ടിയിട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അന്നേരം ചിലപ്പോൾ തുറന്നു വിടുമല്ലോ. പിന്നെ ഞാൻ ഈ ഫുഡ് ചൂടാക്കി കൊണ്ട് വന്നിട്ട് അതും കൂടി കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ അവരെ തുറന്നു വിടുക. ആ രീതിക്കാണ്. സത്യം പറഞ്ഞ കൂട്ടുകാരെ, രാവിലെ ഇങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഒരു രക്ഷയില്ലാട്ടോ. അതുകൊണ്ടാണ് നിറയെ ചെടികളും പച്ചപ്പും ഒക്കെ ഞാനിങ്ങനെ പിടിപ്പിക്കുന്നത് കേട്ടോ. ഭയങ്കര മനസ്സിന് സന്തോഷമാണ് ഇതുപോലെ കുറച്ച് പച്ചച്ചെടികളും കാര്യങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് നമുക്ക് രാവിലെ കാണുമ്പോൾ. എല്ലാ സൈക്കോളജിസ്റ്റുകളും പറയുന്നത് നമുക്ക് മെന്റൽ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ അതിൽ പ്രധാന ഘടകം പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക എന്നുള്ള, പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. നമുക്കൊരു സ്ട്രെസ്സോ പാനിക് അറ്റാക്കോ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനുള്ളൊരു ഉപാധിയായിട്ട് അവർ പറയുന്നത് ആ സിറ്റുവേഷൻസ് ഒന്ന് മാറ്റുക എന്നുള്ളത്. അതിന് ഏറ്റവും ഉപകാരം നമ്മുടെ വീടിന്റെ ചുറ്റും കുറച്ച് നല്ല പൂക്കളും ചെടികളും പച്ചപ്പും ഒക്കെ വെക്കുക എന്നുള്ളത്. അതുമല്ല, തണുപ്പ് ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇതുപോലെ, ഞാൻ ഇതില് പറമ്പിൽ കുറേ മുളയുടെ കൂട്ടങ്ങള് മുള്ളില്ലാത്ത മുള നോക്കിയിട്ട് അങ്ങനെ വളർത്തുന്നുണ്ട്. പിന്നെ നിറയെ ഇങ്ങനത്തെ ക്രീപ്പർ പ്ലാന്റുകൾ നടുതും. അപ്പൊ നല്ലൊരു തണുപ്പും പച്ചപ്പും എല്ലാം കിട്ടും കേട്ടോ. ഡോഗ്സിന് ഇങ്ങനത്തെ അവരുടെ തീറ്റ ഞാൻ എപ്പോഴും ഇട്ട് വെച്ചേക്കും. അവരുടെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഇതുപോലത്തെ ഒരു 10-12 പാത്രം ഉണ്ട് കേട്ടോ, അതെല്ലാം അങ്ങനെ കഴുകി വെച്ചേക്കും. തിരിച്ച് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മളൊന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയതാ ഇവിടെ ഒരാൾ നോക്കിയിരിപ്പുണ്ടാവും, നമ്മുടെ മിലോ കുഞ്ഞ്. പിന്നെ ഞാൻ അവർക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് അവരെ കഴിച്ചു വിടും. പിന്നെ ആ പാത്രങ്ങളെല്ലാം അങ്ങനെ വെള്ളം കുതിർത്തിടും. വൈകുന്നേരം ആകുമ്പോൾ ടൈം പോലെ ഞാനിത് കഴുകി വീണ്ടും അവിടെ ഉണക്കാൻ അങ്ങ് വെക്കൂട്ടോ. അങ്ങനെയാണ്. ബ്രഷ് വെച്ചിട്ടുണ്ട് അവിടെ. കൈ കൊണ്ടല്ല ഞാൻ കഴുകുന്നത്, ആ ബ്രഷും കൊണ്ട് ജസ്റ്റ് അങ്ങനെ കഴുകുക ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ വൃത്തിയിടുന്നാവത്തില്ല. അങ്ങനെ തന്നെ കഴുകി അവിടെ അങ്ങ് എടുത്ത് വെക്കൂട്ടോ. അതിന്റെ പാത്രങ്ങൾ സ്റ്റീലിന്റെ പാത്രങ്ങളാണ്, വളരെ ഈസി ആയിട്ട് കഴുകിയെടുക്കാനും പറ്റും. പിന്നെ ഇവര് തകർത്ത് വീടിന്റെ ചുറ്റും ഓടും കേട്ടോ. എല്ലാ ഗേറ്റിന്റെ അടുത്ത് ചെന്ന് നോക്കലും അങ്ങനെ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ അതിന്റെ എക്സ്ട്രീം ലെവലാണ് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് കേട്ടോ. മറ്റേ നമ്മുടെ ഡോഗ് കുഞ്ഞും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ഈ ഡോഗ് കുഞ്ഞിന് എന്റെ അടുത്തോട്ട് വരാൻ അനുവാദം കൊടുത്തിട്ടില്ല കേട്ടോ. ഭയങ്കര ഭരണമാണ് ഇവിടെ. ഇതിന് പേടിയാ അവള് നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ള. അപ്പൊ ഇതിന്റെ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് വേറെ ഒരാൾക്കോ അല്ലെങ്കിൽ ഈ ഡോഗിനെ നമ്മുടെ അടുത്തോട്ട് വരാൻ പാടില്ല. ഒരു 6 അടി മാറി നിന്നോണം, ആ ഒരു രീതിയിൽ. എന്നാ അയരയ്ക്ക് ഓടിക്കളിക്കാൻ അവളെ കൂട്ട് വേണം താനും. ആ രീതിക്കൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഭരണം. എന്തൊക്കെയാണെങ്കിലും രാവിലെ ഇതുപോലെ വരുമ്പോൾ നിറയെ പൂക്കളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നതും ഭയങ്കര ഒരു ചിത്രകഥയിലെ ഒരു ഫീലാണ് നമുക്ക് കേട്ടോ. ഭയങ്കര ഒരു കുഞ്ഞു സ്വർഗത്തിലാണ് നമ്മളൊന്ന് തോന്നുവേ. ഇതിങ്ങനെ ക്രോസ് ആണേ അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വളരെ എളുപ്പത്തിൽ ഇത് വൃത്തിയായിട്ട് ക്ലീൻ ആയിക്കോളും. അപ്പൊ അതങ്ങ് അടിച്ചിടും. പിന്നെ ഞാനിവിടെ ഒരു ബ്രഷും ഒരു കപ്പും വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പൊ എളുപ്പമാണ്. വേഗം അതൊന്ന് വാഷ് ചെയ്തിട്ട് കഴുകിയിടും. എല്ലാ ദിവസവും കഴുകിയിടുമ്പോ പിന്നെ അത് വൃത്തിയായിട്ട്
പിന്നെ കണ്ണാടിയൊക്കെ ഞാൻ പൊതുവെ 2 ദിവസമൊക്കെ കൂടുമ്പോൾ എല്ലാം ഒന്ന് പിന്നെ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുക ചെയ്യുന്നത്. അത് അതിനായിട്ട് മൈക്രോ ഫൈബർ എടുത്തുകൊണ്ട് നടന്ന് എല്ലാം ഒന്ന് ക്ലീൻ ആക്കും. അങ്ങനെയാണ്. പിന്നെ ആഴ്ചയുള്ള പ്രാവശ്യം എല്ലാം നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ആക്കും. എല്ലാം പൊടിയൊക്കെ മറാലയൊക്കെ തട്ടി ആ ഒരു രീതിക്ക് അങ്ങനെയാ. അപ്പം വൃത്തിയാക്കി എളുപ്പത്തിൽ കടന്നോളും. അപ്പൊ അവിടെ അങ്ങ് നീറ്റ് ആൻഡ് ക്ലീൻ ആവും കേട്ടോ. അവിടെ ഞാനിങ്ങനെ ഡ്രയർ കൊടുത്തിട്ടുണ്ട്, ഈ ഹോട്ടലുകളൊക്കെ കാണുന്ന പോലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈ കഴുകിയിട്ട് എളുപ്പത്തിൽ അവിടെ തന്നെ അങ്ങനെ ഇവിടെ പിന്നെ ഇതുപോലത്തെ സോപ്പ് ബ്രഷ് ഇതുപോലത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എളുപ്പമാണ്, നമ്മളൊന്നും തപ്പി നടക്കണ്ട. അങ്ങനെയാണ്. സാധാരണ അശ്വം കൊച്ചുണ്ടെങ്കിൽ ഇതെല്ലാം അവനാണ് എനിക്ക് മുകളിൽ കൊണ്ട് തരുന്നത്. ഇപ്പൊ അവനില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അവനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ കെട്ടി വലിച്ച് മുകളിൽ കയറാം. ഇത് ശരിക്കും എക്സസൈസ് ആട്ടോ. ഈ സ്റ്റെപ്പുകൾ മുഴുവൻ നമ്മൾ ഒരു ദിവസം എത്ര വട്ടം ഓരോ കാര്യത്തിന് കയറി ഇറങ്ങുന്നുണ്ടെന്നറിയാം. അത് ശരിക്കും പറഞ്ഞ ഒരു എക്സസൈസ് തന്നെയാ. അങ്ങനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വിരിച്ചിടാം. ഇതിങ്ങനെ നമ്മുടെ വീടിന്റെ ഓപ്പൺ രീതിയിലാണ്. താഴേന്ന് മുതൽ ഇങ്ങനെ കയറി വന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റീലിന്റെ റോഡുകൾ ഇങ്ങനെ കൊടുത്തേക്കുവാണ്. എന്റെ ഐഡിയ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓപ്പൺ രീതിയിലുള്ളത്. നല്ല ഭംഗിയാണ്, നേരെ കാണാൻ നല്ല രസമാണ്. താഴെ എല്ലാം കാണുകയും ചെയ്യാം. അങ്ങനെയാണ്. അപ്പൊ ഇത് 2 പർപ്പസ് ഉണ്ട് എനിക്ക്. ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് താഴേന്ന് ഇങ്ങനെ കയറി അങ്ങനെ പോയി ഔട്ട്സൈഡിലെ വരാന്ത വരെ അതൊരു ടാർഗറ്റ് ആയിട്ട് എടുക്കും. 50 പ്രാവശ്യം കയറി ഇറങ്ങാന്നൊക്കെ. ചില ദിവസം എക്സസൈസ് ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ല, ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാനാ പ്ലാനെങ്കിൽ ഇതൊരു കാർഡിയോ ആയിട്ട് കൂട്ടാട്ടോ. അങ്ങനെ ആ രീതിയിൽ എങ്ങനെ കയറി ഇറങ്ങി 50 പ്രാവശ്യം അങ്ങനെ കയറി ഇറങ്ങും കേട്ടോ. നല്ല കാലുവേനൊക്കെ എടുക്കും, എന്നാലും ഭയങ്കര നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഒരു കാർഡിയോവാസ്കുലർ എക്സസൈസ് എന്ന് തന്നെ പറയാതെ ഒരു കാർഡിയോ ചെയ്യുന്ന എഫക്ട് അതിന് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഒരു പർപ്പസ് ഇതിങ്ങനെ ഫുള്ള് സ്ഥലം ഉള്ളതുകൊണ്ട് ഇതിലിങ്ങനെ വിരിച്ചിടും, തുണി വിരിച്ചിടും. എന്നിട്ട് ഇതിങ്ങനെ ഓക്സിജനേറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ട്. അപ്പൊ എയർ നന്നായിട്ട് കയറിക്കോളും. അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. രാവിലെ വിരിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ അലക്കുന്നുണ്ട്. പിന്നെ വേറെ സ്റ്റാൻഡ് ഉണ്ട് അപ്പറേ, പക്ഷെ അതിലും നല്ലത് ഇവിടെ വിരിച്ചിടുന്നത്. അപ്പൊ ആ സ്റ്റാൻഡിൽ ബാക്കിയുള്ളത് വിരിക്കും. ആ രീതിക്ക് ഇത്രയും നേരം പക്ഷെ കുഞ്ഞ് ഭയങ്കര അരച്ചായിരുന്നു. ഇപ്പൊ സമാധാനമായി. അതിന് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ അതിന്റെ പരാതി കുറെ നേരം കരഞ്ഞു തീർക്കും, എന്നിട്ടാണ് നിർത്തുള്ളൂ. പിന്നെ നമ്മുടെ കൂടെ സമാധാനത്തോടെ ഇരുന്നോളൂ. എല്ലാം കുത്തിപ്പറക്കി പിന്നെ സമാധാനത്തോടെ നമ്മുടെ കൂടെ ഇരുന്നോളൂ. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ എല്ലാം വിരിച്ചിടും. പിന്നെ ആരെങ്കിലും വരുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പിന്നെ ഗേറ്റിൽ അവർ എത്തുമ്പോ തന്നെ ഓടി വന്ന് ഞാൻ ആദ്യം തുണികളല്ല ഭയങ്കര മോശക്കേടല്ലേ ഇങ്ങനെ നമ്മളെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇങ്ങനെ അലക്കി വിരിച്ചിട്ടേക്കുന്ന പോലെ ഉണ്ടാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് നമുക്ക് മുകളിൽ 2 ബെഡ്റൂം ഉണ്ട്. അതിലേതെങ്കിലും ഒരു ബെഡ്റൂമിലേക്ക് ഇട്ടിട്ട് വേഗം ഉറങ്ങടച്ചേക്കും. പിന്നെ ഉണങ്ങി ഇത് താഴെ എടുത്തോണ്ട് പോയിട്ട് പിന്നെ ഞാൻ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എല്ലാം കൂടി ചുറ്റിക്കുട്ടിട്ട് നേരെ സോഫയിലേക്ക് ഇടും. എന്നിട്ട് നേരെ താഴെ വന്നിട്ട് സമയം പോലെ അത് അടുക്കി എടുത്തിട്ട് കബോർഡുകളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. എല്ലാ റൂമിലും നമുക്ക് കബോർഡുണ്ട്. ഞാൻ ഒത്തിരി ഡ്രസ്സ് മേടിക്കുന്ന കൂടുതലായതുകൊണ്ട് എല്ലാ റൂമിലും കുറെ കബോർഡുകളുണ്ട്. അപ്പൊ എല്ലാം മുകളിലെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് കബോർഡുകളിൽ ഡ്രസ്സുകൾ. എന്നിട്ട് ആവശ്യമുള്ളത് എപ്പോഴെങ്കിലും ഓരോന്നോരോന്ന് വന്ന് എടുക്കും. അപ്പൊ ഇതെല്ലാം ഞാൻ വിരിച്ചിട്ടെ. എന്നിട്ട് നമുക്ക് നേരെ ഇനിയിപ്പം ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് കരിഞ്ചീരകവും അശലേരി ഇട്ടിട്ട് എല്ലാ ദിവസവും ഞാൻ വെള്ളം കുടിക്കും. പിന്നെ കുറച്ച് ആപ്പിൾ സിഡർ വിനെഗർ ഒഴിക്കും. അതൊന്നിച്ചല്ല പലപ്പോഴായിട്ട്. അങ്ങനെ അതും ഒരു 1/4 ടീസ്പൂൺ എല്ലാ ദിവസവും ഞാൻ കുടിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഒരു അര ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതും കുടിക്കുന്നുണ്ട്. അങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കുറെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ അങ്ങ് പിന്നെ ഇങ്ങനെ റിമൂവ് ആയി കിട്ടിക്കോളും. ബ്ലഡിലും ശരീരത്തും ഒക്കെയുള്ള അങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ ഒരു pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നോളും. നമ്മൾ ആപ്പിൾ സിഡർ വിനെഗറും അങ്ങനെ ലെമണും ഒക്കെ പലപ്പോഴായിട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുടിക്കുവാണെങ്കിൽ. അപ്പൊ അത് ചെയ്യണം. എന്നിട്ട് ഇത് വേഗം വിരിച്ചിട്ടെ. എല്ലാ ദിവസവും ഞാൻ അലക്കാറില്ല കേട്ടോ. ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ എനിക്ക് അലക്കിയാൽ മതി. അശ്വിന്റെ പിന്നെ ഇപ്പം അവൻ തന്നെ അലക്കാനിട്ടോളൂ. എന്നിട്ട് അവൻ ഇവിടെ കൊണ്ടുവച്ച് തരും. വിരിച്ചിടുന്നത് ഞാൻ എപ്പോഴും ചെയ്താൽ മതി. ആ രീതിക്കാണ്. അവൻ തന്നെ അങ്ങ് വന്നിട്ട് അവൻ തന്നെ അങ്ങ് അലക്കിക്കോളൂ കേട്ടോ. അതിൽ ആ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ. ഇവിടെ ഇതുപോലെ 2 വാഷിംഗ് മെഷീൻ ഉണ്ട് നമുക്ക്. അപ്പം പിന്നെ അവന്റെ തുണികളൊക്കെ ഇടാൻ വേണ്ടി ഒരു ബക്കറ്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിറ്റർജന്റുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എളുപ്പമാണ്. നമ്മുടെ തുണികളെല്ലാം ഇപ്പൊ വാഷ് ആവുന്നുണ്ട്. ഇത് ഇതിനകത്ത് കിടന്ന് വാഷ് ആയിക്കോളും. പിന്നെ ഈ വാഷിംഗ് മെഷീൻ ഞാൻ പെറ്റ്സിന് വേണ്ടിയിട്ട് അതർ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. താഴേക്കടെ പണികൾ നടത്തുമ്പോൾ തന്നെ എനിക്ക് ഓടി വന്ന് എനിക്ക് എപ്പാന്ന് വെച്ചാൽ വേഗം വാഷ് ചെയ്തിടാം. അങ്ങനെ എന്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ പിങ്ക് ബക്കറ്റ് നമ്മൾ തുണി അലക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാന്. ഇത് ഞാൻ എന്റെ ഡ്രസ്സുകൾ ഇടാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ പിന്നെ മഞ്ഞൾ റൂമാണ്. നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ പാക്ക് ചെയ്യുന്നത് ആ ഒരു സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെയാണ്. ഇന്ന് എനിക്ക് അവിടെ വൈകുന്നേരം കുറച്ച് വർക്കുകളുണ്ട്. ഊണുമേശന്റെ ഒക്കെ സൈഡിൽ ഊണുമേശ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ഞാനത് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അടിച്ചു വായി കഴിഞ്ഞ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടും. അങ്ങനെയൊക്കെയാണ്. പിന്നെ സൈഡിലൊരു കബോർഡ് ഉണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഫ്ലിപ്കാർട്ടിലെ സാധനങ്ങളൊക്കെ വെക്കാനും അത് കൊടുക്കാനുള്ള തിരിച്ചു വെക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്.
അങ്ങനെയാണ്. പിന്നെ മുകളിൽ നമ്മൾ പിന്നെ മാറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ആരെങ്കിലും വരുമ്പോൾ മാത്രം നമ്മൾ എടുത്തിടും. യൂഷ്വലി ഞാൻ അങ്ങനെ അധികം ഇടാറൊന്നുമില്ല ഇവിടെ. അങ്ങനെ ടേബിൾ എപ്പോഴും ഫ്രീ ആക്കി ഇടും. അപ്പൊ നമുക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യാലോ. ഇപ്പൊ സമയം 10:19 ആയിട്ടോ. 10 മണിക്ക് പോകണം നടന്നു എന്റെ പ്ലാൻ. എന്നാലും ഓക്കെ 10:19 ആയിട്ടോ. ഇനിയിപ്പോ എന്താ, തലയൊക്കെ ഒന്ന് ചെയ്യേ, വെള്ളം കുടിച്ചു ആദ്യം. പിന്നെ ഇപ്പൊ തലയൊക്കെ ചെയ്യേ, പൊട്ടൊക്കെ കുത്തി, ഒരു വാച്ചൊക്കെ കെട്ടി, ഒരു മോതിരമൊക്കെ ഇട്ടു, ഓക്കെ സ്പ്രേ ഒക്കെ അടിച്ചു. അങ്ങനെയാണ്. ഇനിയിപ്പോ ചെരുപ്പ് മാത്രം മാറണം. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സ് 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ഈ ലെഗിൻസ്, അപ്പൊ ഇതിന് ഇട്ടേക്കുന്ന ലെഗിൻസ് 2 എണ്ണത്തിനും പാകാവും. ഇതിനും പിങ്ക് ഫ്ലവർ ഉണ്ട്, വേറെ ഒരെണ്ണം മേടിച്ചാല് പിങ്ക് ഫ്ലവർ. അപ്പൊ ഞാൻ ഈ ലെഗിൻസ് തന്നെ 2 എണ്ണത്തിനും ഇടാം, ആ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെയാണ് വീട്ടിൽ രാവിലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡ്രസ്സ്, പുറമേ കൂടി പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഡ്രസ്സ് അങ്ങ് ഇട്ടേക്കും. അപ്പൊ അതാവുമ്പോ പിന്നെ വേറെ ഡ്രസ്സ് മാറി അങ്ങനെ മിക്ക ദിവസം എന്തെങ്കിലും വീഡിയോ ഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ ചെരുപ്പ് മാത്രം നമുക്ക് പുറമേ നിന്ന് മാറണം. ചെരുപ്പെല്ലാം ഞാൻ നമ്മുടെ ഡോഗ്സിന്റെ കൂടെ അടുത്ത് കുറെ കബോർഡുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറെ ചെരുപ്പ് മേടിക്കൂട്ടോ ഞാൻ. അങ്ങനെ അപ്പൊ ആ ചെരുപ്പുകൾ ഇടുന്ന ഡ്രസ്സിന് ചേരുന്ന വിധത്തിലുള്ള ഒരു ചെരുപ്പ് എടുത്തിടും. അങ്ങനെയാണ്. ഗവൺമെന്റ് ഓഫീസൊക്കെ തുറക്കണമെങ്കിൽ 10 മണി ആവുമല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ 10 മണിയാകുമ്പോൾ പോകാന്ന്. അപ്പൊ ആദ്യം നികുതി അടയ്ക്കണം, പിന്നെ നമ്മൾ റോസാപ്പൂക്കൾ മേടിക്കണം, പിന്നെ കുറച്ച് നോൺ വെജും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാനും. അതാണ് നമ്മുടെ പർപ്പസ്. അപ്പൊ നമുക്ക് ഓട്ടോ ബെന്നിച്ചേട്ടനെ വിളിച്ചപ്പോ ചേട്ടൻ ഓട്ടം പോയേക്കോ. അപ്പൊ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആ 10 മിനിറ്റ് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് കമ്പനിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ താഴെ നട്ടേക്കുന്ന ക്രീപ്പർ പ്ലാന്റുകളെല്ലാം, റിംഗൂൺ ക്രീപ്പർ, മണിമുല്ലി എല്ലാം മുകളിലേക്ക് കയറിയിട്ട് ബാൽക്കണീന്റെ ഏരിയ ഇതുപോലെ പച്ചപ്പായിട്ട് നല്ല ഒരു ഒരു റിസോർട്ട് സ്റ്റൈലിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയിരിക്കാൻ നല്ല രസമാണ്. ഞാൻ ഒരു പ്രാവശ്യം അത് വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചു. അവിടെ കുറച്ച് അലങ്കാര ലൈറ്റുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. എത്ര സമയം ഇവിടെ നിന്നാലും നമുക്ക് മനസ്സും എടുക്കൂല കേട്ടോ. നമ്മുടെ തൂണയിലേക്ക് കയറ്റി വിട്ടേക്കണേ. എന്റെ അമ്മ എന്തോ എൻജോയ് പോത്തോസ് അല്ല, അതല്ല, വേറെ ഏതോ ഒരു ചെടിയാണ്. മീൻസ് ഈ അങ്ങനത്തെ വള്ളിച്ചെടികളിലുള്ളതാണ്. എന്തൊരു ഭംഗിയാന്ന് നോക്കി. അതിന്റെ എല്ലാ ഇലകളും ഇങ്ങനെ തന്നെയാണ്. ഈ തൂണയിലേക്ക് കയറിപ്പോയിക്കോണേ. അതങ്ങനെ കയറിപ്പോട്ടെ നോർത്തു. ഒരു ചെറിയ ചെടിച്ചട്ടി എന്നാണ് ഇത് കയറിപ്പോയേക്കണേ. പക്ഷെ അതിന്റെ ഇലകൾ ഇപ്പൊ നല്ല വലുതായിട്ട് ഇതിന്റെ കുറെ എണ്ണം മുറിച്ചിട്ട് എനിക്ക് നടക്കണം. എന്തൊരു ഭംഗിയല്ലേ, എന്തൊരു ഡിസൈൻ അല്ലേ. ആ ഇളം പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലത്തെ ഒരു ഡ്രസ്സ് മേടിച്ച് അടിപൊളിയായിരിക്കും എന്റെ മനസ്സിങ്ങനെ പറയും. എന്തൊരു ഭംഗിയല്ലേ. ഇതും കണ്ടോ, പ്ലാസ്റ്റിക് ചെടിയാന്ന് തോന്നേ. എന്തൊരു രസം നോക്കി. എനിക്ക് ഇങ്ങനത്തെ ഇലച്ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഭംഗിയുള്ള കളർ ഇലകളായിട്ടുള്ളത്. അത് ഞാൻ കുറെ മേടിച്ച് കാണാറുണ്ടേ. ഇതുണ്ടോ, ഇതൊക്കെ അതിന്റെ ഡിസൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനലാന്ന് നമ്മൾ എഴുതി വെക്കേണ്ടി വരും അല്ലേ. എന്തൊരു ഭംഗിയല്ലേ. ഇത് കണ്ടോ, ഇത് ഒറിജിനലാന്ന് തോന്നുന്നു അല്ലേ. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ചെടിയാണേ. അടിപൊളിയാട്ടോ, അടിപൊളിന്ന് വെച്ചാൽ അടിപൊളിയാണ്. എന്ത് രസം നോക്കി. സാർലൈറ്റ് എന്നതിന്റെ പേര്, സാർലൈറ്റ്. അടിപൊളിയാ. ഇത് നല്ല മരമായിട്ടുണ്ട്, അടിപൊളിയാണ്. ഇതിന്റെ തൈകൾ വേണ്ടവർ പോരാട്ടോ. പിന്നെ ഇതൊക്കെ ഇത് ഞാൻ സെയിലിന് എടുത്തിട്ടില്ല, പക്ഷെ ഇതൊക്കെ ഒറിജിനൽ ചെടികളാണ് കേട്ടോ. എന്തൊരു രസമാണ് നോക്കി. ഏറ്റവും ഭംഗി ഇവിടെ വന്ന് നിൽക്കാനാണ്. ഇങ്ങനെ നമ്മുടെ കാറ്റ്സ്ക്ലോ എല്ലാം ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. നല്ല രസമാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഭയങ്കര വലിയ റോസാപ്പൂകൾ, വെള്ള റോസാപ്പൂക്കൾ ഇടയ്ക്ക് വിരിയും. അത് നല്ല രസമാണ്. അങ്ങനെ ബെന്നിച്ചേട്ടൻ വന്നു. നമ്മൾ നേരെ ഓട്ടോയിൽ കയറി. ആദ്യം ഞാൻ പഞ്ചായത്തിൽ ചെന്നു. അവിടെ ഭാഗ്യത്തിന് ഒരു തിരക്കുമില്ല, എന്റെ മഹാഭാഗ്യം. അത് കഴിഞ്ഞിട്ട് നികുതി അടച്ചിട്ട് നേരെ ഇറങ്ങി. താഴെ ഒരു ചേച്ചി ഇങ്ങനെ ധൈര്യമായിട്ട് എന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ട്. അപ്പൊ അവരുടെ നോട്ടത്തിന് ഓവർകം ചെയ്ത് എനിക്ക് ഇങ്ങ് പോരാൻ പറ്റുന്നില്ല. പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ വീട്ടിലെ പച്ചക്കറികളും കാര്യങ്ങളുമാണ് ചേച്ചി വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇവിടെ എപ്പോഴും സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഏത്തപ്പഴമൊക്കെ കണ്ടറിയാം. അങ്ങനെ നമ്മൾ വളം ചേർത്തിട്ടുണ്ടാക്കിയതല്ല, വീടുകളിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ 1 കിലോ ഏത്തപ്പഴം മേടിച്ചു, കുറച്ച് ചീര. ഈ ചീര നമ്മുടെ പറമ്പിലുണ്ട്, പക്ഷെ ആയി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് ചീര മേടിച്ചു. പിന്നെ നോക്കുമ്പോൾ ചായക്ക് തിരിച്ചു നിന്നിട്ട് നമുക്ക് പാല് മേടിക്കും എന്തായാലും ഞാൻ പുറത്ത് വരുമ്പോൾ. അപ്പൊ നമുക്ക് നല്ല ഉണ്ണിയപ്പം കണ്ടു കേട്ടോ. പിന്നെ അരിയുണ്ട കണ്ടു. അരിയുണ്ട ഇതിനു മുമ്പ് ഞാൻ മേടിച്ചു നോക്കിയിട്ടുണ്ട്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും ഒരു കൂടി ഞാൻ മേടിച്ചു. ഉണ്ണിയപ്പം എപ്പോഴും മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ ഉണ്ണിയപ്പം മേടിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ഈ ഭാഗത്തോട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും കേട്ടോ, ഈ വീട്ടിലെ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ വടക് എന്നൊക്കെ പറയുന്നത്. കുറെ പേർക്ക് വടക് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. മുളക് വടക് അങ്ങനെയൊക്കെ. ഇത് നമ്മുടെ സെയിൽ ചെയ്യുന്ന ഷോപ്പിംഗ് ബാഗുകളാണ്. ഇതേപോലത്തെ ഭയങ്കര സൗകര്യം. എപ്പോഴും ഞാൻ പുറത്തിറങ്ങുമ്പോൾ 2 എണ്ണം എടുക്കും. അപ്പം അതിലേക്ക് സാധനങ്ങൾ വെച്ച് സിപ്പും ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് തൂക്കി പിടിച്ച് കൊണ്ടുവരും ചെയ്യാം. അങ്ങനെ പിന്നെ ബെന്നിച്ചേട്ടൻ്റെ കൂടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ബെന്നിച്ചേട്ടൻ പിന്നെ നമ്മുടെ നാട്ടുകാരൻ തന്നെ ആയതുകൊണ്ട് ഈ നാട്ടിലെ കിച്ചകളും വർത്താനങ്ങളും ഒക്കെ പറഞ്ഞ് ബോറടിക്കത്തില്ല നമുക്ക് അങ്ങ് പോകാൻ കേട്ടോ. ഇത്തരം ബാഗ് വേണ്ടവര് ഇതിന് പല വലുപ്പത്തിലുള്ള ബാഗ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. ഇതിലൊരു ചെറുതാണ്, ഇതിന്റെ മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. അങ്ങനെയാണ് നമുക്കിപ്പം ഡ്രസ് ഇട്ടുകൊണ്ട് പോകാനാണെങ്കിലും അല്ലാതെ ഷോപ്പിങ്ങിന് പോകാനാണെങ്കിലും ടൂർ പോകാനാണെങ്കിലും ഒക്കെ ഉപകാരമാണ് ഇത്. അതെല്ലാവരും എന്റെ അടുത്ത് മേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോ നേരെ ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോകും കേട്ടോ. ഇവരെനിക്ക് നന്നാക്കി തരും. ഇവര് മത്തിയൊന്നും ആർക്കും നന്നാക്കി കൊടുക്കില്ല, പക്ഷെ എന്നോട് ഒരു പ്രത്യേക കൺസിഡറേഷൻ ഉണ്ട്. സ്ഥിരം ഞാൻ ഇവിടുന്ന് മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവർ മത്തി അടക്കം നന്നാക്കി വെച്ച് തരും. അങ്ങനെ നമ്മൾ ഫ്ലവർ ഷോപ്പിൽ ഞാൻ എപ്പോഴും വിളിച്ച് പറഞ്ഞേക്കും. അങ്ങനെ അവിടെ എത്തി അത് മേടിച്ചു കേട്ടോ. അടിപൊളിയാണ് കൂട്ടുകാർ. ഈ റോസാപ്പൂകളൊക്കെ ഇടുന്നതുകൊണ്ടാണ്
നമ്മുടെ ബ്യൂട്ടി മസാജ് ഓയിൽ ഇത്രയും ഗുണമായിട്ട് കിട്ടുന്നത്. റോസാപ്പൂ അത്രയും നല്ലതാണ്. നമ്മൾ വെറുതെ അതിന്റെ എതള് പോലും നമ്മൾ പറിച്ച് തിന്നാറുണ്ട് ചില സമയത്ത് വീട്ടിലൊക്കെ ഉള്ളത് കേട്ടോ. ആ രീതിയാണ്. പിന്നെ അത് നമുക്ക് അരച്ച് വെറുതെ റോസാപ്പൂ വേണേൽ അരച്ച് നമുക്ക് മുഖത്തിടാം, പാലിൽ ചേർത്തിടാം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എവിടെ ചെന്നാലും എന്നോട് ഒത്തിരി സംസാരിക്കും എല്ലാവരും കേട്ടോ. വർത്തമാനം പറയും. നമ്മൾ ആരെ കണ്ടാലും ചിരിക്കുന്നതുകൊണ്ടായിരിക്കും, നമ്മള് ഒരു പാവാന്ന് അവർക്ക് തോന്നുമായിരിക്കും, സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നതുകൊണ്ട് അവരെല്ലാവരും കുറേ കിശകളും വർത്താനങ്ങളും വിശേഷങ്ങളും ഒക്കെ എന്നോട് ചോദിക്കട്ടെ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ അധികം മധുരമുള്ളതൊന്നും ഇപ്പൊ ചൂസ് ചെയ്യാറില്ല, ഇച്ചിരി ഒരു തടി കുറയ്ക്കാനുള്ള യജ്ഞമായതുകൊണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പേരയ്ക്ക, അങ്ങനെ ലെമൺ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അവിടുന്ന് മേടിച്ചത്. കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളും. ചേമ്പൊക്കെ കണ്ടപ്പോൾ കൊതി തോന്നി, അങ്ങനെ മേടിച്ചു. ചേമ്പ് കുഴച്ചു പുഴുകുന്ന നല്ല ടേസ്റ്റ് ആണ്, അപ്പൊ അതിന് വേണ്ടി മേടിച്ചു. അങ്ങനെ ബെന്നിച്ചേട്ടൻ അതെല്ലാം എടുത്ത് വെച്ചെന്ന് പോയി. ബെന്നിച്ചേട്ടൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് എടുത്ത് വരാന്തയിലൊക്കെ വെച്ച് തരും കേട്ടോ. ചില കൂട്ടക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തേയില്ല. അങ്ങനെ മഴയ്ക്കൊക്കെ ഉള്ള ലക്ഷണം കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ചെടി പെട്ടെന്ന് കുറച്ചങ്ങ് നനച്ചു. അതിനുശേഷം വേഗം വന്ന് ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ഫ്ലവർ എല്ലാം എടുത്തു വെച്ചു. ഇനിയിപ്പോ വൈകുന്നേരം നമുക്ക് ഇന്ന് ബ്യൂട്ടി ഓയിൽ ഉണ്ടാക്കാനുള്ളതാണ്. ബാക്കി മരുന്നുകളും ബാക്കി എല്ലാം ചേർത്തിട്ട് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമ്മൾ ഒരു 3-4 മണിക്കൂറത്തെ പ്രോസസ്സാണേ. അപ്പൊ അത് വൈകുന്നേരം സന്ധ്യ ആകുമ്പോൾ രാത്രിത്തേന് ഞാൻ മാറ്റി വെക്കും. ഇപ്പൊ നമുക്ക് അല്ലാതെ കുറെ ജോലികളുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഫ്ലവർ ഇനിയിപ്പോ ഞാനിത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുക്കും. ഒരേ തണ്ട് ഭയങ്കര മുള്ളാണ് ഇതിന്. അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ഇതിന്റെ എതളുകളാക്കിയിട്ട് കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം വാലാൻ വെക്കുന്ന പാത്രത്തിലേക്ക് വെക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ ചോപ്പറിൽ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്തത്. ഇത് ഭയങ്കര കരച്ചിലാണ്. ഞാൻ വരുമ്പോ അങ്ങനെ പൂച്ചക്കുഞ്ഞു പിന്നെ നമ്മൾ നോക്കിയിരിക്കുമായിരിക്കും. ഇതിന് ഭയങ്കര സങ്കടവും കരച്ചിലുമാണ്. പിന്നെ ഇതിനെ ഒന്ന് നമ്മൾ ആ കൂട്ടിന്ന് തുറന്ന് നമ്മൾ മേത്ത് കയറി മേത്ത് ഇരുന്ന് കുറച്ച് സമാധാനിപ്പിച്ച് കഴിയുമ്പോഴാണ് ഒരു സമാധാനം കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നല്ലൊരു ചായ വെച്ച് കുടിക്കാം. ഭയങ്കരമായിട്ട് ഇനിയിപ്പോ ഡ്രസ്സൊക്കെ മാറണം. നമുക്ക് നല്ലൊരു ചായ വെച്ച് കുടിക്കണം. എന്നിട്ട് ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഉണ്ണിയപ്പം നമുക്ക് കഴിക്കണം. അപ്പൊ ഒരു സമാധാനമാവും. ഞാൻ ചായ അടിച്ച എന്റെ എല്ലാ സ്ട്രെസ്സും ഞാൻ തീർക്കുന്ന ചായ കൂടിയാണ്. അപ്പൊ നമ്മൾ ചായ വെച്ചാൽ തന്നെ നമുക്ക് നമ്മൾ വീണ്ടും നമ്മുടെ എന്താ പറയാ നമ്മുടെ എനർജിയിലേക്ക് വരും. ചായയും ഉണ്ണിയപ്പവും കഴിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി നമ്മുടെ ഓരോരോ ജോലികളായിട്ട് ഇനി ബാക്കിയുള്ളത് തുടങ്ങാം. ഇനിയിപ്പോ സമാധാനമായി. പുറമേ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. പുറമേ പോയി തിരിച്ചു വന്നവരെ അത്രയും എല്ലാ കാര്യങ്ങളും നടക്കുമോ എന്നുള്ളത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ ബ്യൂട്ടി ഓയിൽ വൈകുന്നേരം ഉണ്ടാക്കാം. അതൊക്കെ ഓക്കെ. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഗുസ്തിക്കൊക്കെ നമ്മൾ ഓക്കെയാണ്. പുറമേ പോകുമ്പോഴാണല്ലോ നമുക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ. ഒറ്റയ്ക്കായിട്ട് നടക്കുമ്പോൾ കുറച്ചൊരു സ്ട്രെസ്സും പരവേശമൊക്കെ അല്ലേ. അങ്ങനെ അപ്പൊ അതെന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോ വന്നു കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചു. ഗോതമ്പിന്റെ വീറ്റ് ബ്രെഡ് മേടിച്ചേ. ശരിക്കും ബ്രെഡ് അങ്ങനെ കഴിക്കുന്നത് നല്ലതൊന്നുമല്ല. പക്ഷെ അശ്വമിച്ച് രാവിലെ ഇങ്ങനത്തെ ദോശ ഇഡ്ഡലി ഒന്നും കഴിക്കില്ല. അപ്പൊ അവൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടേണ്ടെന്ന് ഓർത്ത് ഞാൻ ബട്ടറിൽ അതും മൊരിച്ചിട്ട് അങ്ങനെ കൊടുത്തു വിടും. പിന്നെ വീട്ടിലെ സാധനങ്ങളല്ലേ, തക്കാളി അതൊക്കെ അങ്ങനെ കിട്ടി. തൈരും മൂരും പാലും ഒക്കെ എപ്പോഴും ഞാൻ മേടിക്കും. ചേമ്പ് കൊതി തോന്നിയപ്പോ അങ്ങനെ മേടിച്ചു കേട്ടോ. പിന്നെ ഇതാ നല്ലൊരു ചായ അങ്ങ് വെച്ചു. അപ്പൊ നമ്മളിതാ ചായ വെച്ചു. ചായ തിളയ്ക്കണം കാണുമ്പോ തന്നെ ഒരു സന്തോഷമല്ലേ. ആഹാ അന്തസ്. അപ്പൊ നല്ല ഞാൻ കറുവപ്പട്ട ഇട്ടിട്ടാണ് ചായ വെക്കണേ. ചിലപ്പോൾ ഗ്രാമ്പ് ഇടും, ചിലപ്പോൾ കറുവപ്പട്ട ഇടും, ചിലപ്പോൾ രണ്ടും കൂടി ഇടും. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ കൊളസ്ട്രോൾ ഒക്കെ കുറച്ച് കുറഞ്ഞ് നിന്നോളും. ചീത്ത കൊളസ്ട്രോള് അങ്ങനെയൊക്കെ ഒത്തിരി ഫാറ്റൊന്നും അടിയാതെ ഇരുന്നോളും. അങ്ങനെയാണ്. അപ്പം അത് ഓഫാക്കി വെക്കാം. ഇനിയിപ്പോ ഇച്ചിരി തണുത്തോട്ടെ. അങ്ങനെ ഭയങ്കര ചൂടിൽ നമുക്ക് ചായ കുടിക്കും. ചായ നമുക്ക് നന്നായിട്ട് ആറ്റിയിട്ട് ചായ കുടിക്കുമ്പോൾ അതിന് പ്രത്യേക രുചി കൂടും. ഞാൻ ഒത്തിരി ഗ്ലാസ്സുകൾ മേടിക്കൂട്ടോ. എനിക്ക് ഇങ്ങനെ ചായ ഗ്ലാസ് ഒരു വീക്ക്നെസ് ആട്ടോ. കുറേ എപ്പൊക്കെ നല്ല നല്ല ഡിസൈൻ കണ്ടാൽ അതെല്ലാം മേടിച്ചു വെക്കും. അപ്പൊ അതിലേതെങ്കിലും എന്നിട്ട് ഇങ്ങനെ ഒരേ വട്ടം ഓരോരോ മാറി എടുക്കും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ കുറെ പഴയതായി കഴിയുമ്പോൾ ഞാൻ അങ്ങ് കളയും. ആ രീതിയാ പുതിയത് മേടിക്കും. അങ്ങനെയൊക്കെ അത്യാവശ്യം സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ സ്റ്റോക്ക് ചെയ്യും. അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും. ആ രീതിയിലൊക്കെയാണ്. അപ്പൊ നന്നായിട്ട് ചായ ആറ്റിയിട്ട് നമുക്ക് നമ്മുടെ നെയ്യപ്പവും അരിയുണ്ട്. പിന്നെ മാങ്ങ ഞാൻ ചെത്തി നോക്കിയപ്പോ അത്ര മധുരയില്ല. ലുക്ക് വൈസ് നല്ലതാ, പക്ഷെ അത്ര തേൻ മധുരം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഓക്കെ. അല്ലെങ്കിൽ ഒരു വാടിയ പോലത്തെ ആയിരിക്കില്ല. ഇപ്പൊ മാങ്ങ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പഴങ്ങളാണ് വരുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ചായന്ന് ഊതി കുടിക്കാം. അപ്പൊ നമ്മുടെ താരത്തിനും കൊടുത്ത് ഞാൻ ഉണ്ണിയപ്പം ചായയും കൂടി കഴിക്കട്ടെ കേട്ടോ. ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. എന്തെടുത്താലും അതെല്ലാം വേണം. കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്നൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കും, ഇല്ലാത്ത കൊടുക്കില്ല. കേക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കും. പിന്നെ ചോക്ലേറ്റ് ഉണ്ടോ ഒന്നും കൊടുക്കത്തില്ല. ആ രീതിയാണ്. ഇന്ന് വേണ്ട, ഇന്ന് പ്ലാനില്ല. കുറേ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ ഈ കാസർഗോഡിലേക്ക് ഇട്ട് വെച്ചു. എന്നാലും ഇത് അശ്വമുച്ചിന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര പാസ്സാണ്. അപ്പൊ എല്ലാം എടുത്ത് തിന്ന് തീർക്കും കേട്ടോ. വലിയ ലിമിറ്റും ഇല്ലാതെ കഴിച്ചോളൂ. അങ്ങനെയാണ്. ഹെൽത്ത് ഒന്നും നോക്കത്തേ ഇല്ല. എന്ത് പാസ്സാ. അങ്ങനെ വിശപ്പ് വേണമെന്നൊന്നുമില്ല. അങ്ങനെയാണ്. ഇത് പിന്നെ അവനെ എടുത്തു വെക്കും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ ഉണ്ണിയപ്പം ഉണ്ട്. ഓക്കെ, ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ലുക്ക് വൈസ് തന്നെ വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പം നല്ല
എല്ലാം ചേർത്തിട്ടുണ്ട്. ചായയിലെ മധുരം ഇട്ടിട്ടില്ല, ഇതിന് മധുരമാണല്ലോ, അതുകൊണ്ട് സൂപ്പർ ചായ സൂപ്പർ ഉണ്ണിയപ്പം. ഇത് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് കാണാം. ഇനിയിപ്പോ ആദ്യത്തെ പരിപാടി മീൻ കഴുകി മുളകും ഇതൊക്കെ പുരട്ടി വെക്കുക എന്നുള്ളതാ. പിന്നെ സ്രാവിനുള്ളത് ഞാനിപ്പോ ഉപ്പും മഞ്ഞളും മുളകും കൂടി പുരട്ടി വെച്ചിട്ട് ഇവിടെ വെക്കും. എന്നിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകണം. വീഡിയോ എഡിറ്റ് ഹാഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു വീഡിയോ ഇടാനുണ്ട്. അപ്പൊ അത് എഡിറ്റ് ചെയ്തിട്ടിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് മീൻകറി വെക്കാൻ. മീൻകറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം മിറ്റം അടിക്കാനാവും. പെറ്റ്സിനൊക്കെ പിന്നെ ഫുഡ് കൊടുക്കണം. പിന്നെ വേഗം അതിനിടയ്ക്ക് ചെടി നനയ്ക്കണം കുറച്ച്. അത് ഞാൻ ഇടയ്ക്ക് ഇപ്പൊ ഓസ് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. കുറെ ചെടി അങ്ങനെ നനഞ്ഞോടും, പറമ്പിലുള്ള മരങ്ങളൊക്കെ. ബാക്കിയുള്ളതിനെ നനയ്ക്കണം. പിന്നെ മിറ്റം അടിക്കണം. പിന്നെ തുണി അപ്പോഴത്തേക്കും വാഷ് ചെയ്തത് ഇനിയിപ്പോ കൊണ്ടിടണം. അങ്ങനെ ഇപ്പൊ രാവിലത്തെ കുറച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ അത് കുറച്ച് മാറ്റിയിട്ടിട്ട് ബാക്കിയുള്ളത് ഞാൻ ഇടും. അപ്പം രാവിലത്തെ ഇങ്ങനെ ഉണങ്ങാനായിട്ട് കിടപ്പുണ്ടാവും. വേറെ സ്ഥലത്ത് നമ്മൾ അടുത്ത് തിരിച്ചിടും. അങ്ങനെ പിന്നെ ഇനിയിപ്പം അടിച്ചു വാരണം. രാത്രി അടിച്ചു വാരി കുളിച്ച് ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് വേണം എനിക്കിനി ബ്യൂട്ടി ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും പരിപാടികളാണ് ഇന്ന് ഞാൻ ഇനി പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ വേഗം കഴിച്ചിട്ട് ഇനി അടുത്തടുത്ത പരിപാടികൾക്ക് കാണാം കേട്ടോ. ഞാനിവിടെ ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെയോ നിങ്ങളോട് സംസാരിച്ചു. പക്ഷെ അതിന്റെ മൈക്കിന്റെ ബാറ്ററി ലോ ആയിട്ട് അതൊന്നും വോയിസ് ഒന്നും പിടിച്ചില്ല. അപ്പൊ അങ്ങനെ ആയിക്കിട്ടി. എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് ഇതിനിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോലിക്ക് പോകാം എന്നുള്ള ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അന്നേരം എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഇപ്പൊ എഡിറ്റ് എടുത്തപ്പോ എനിക്ക് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയാണ് അരണേന്റെ ബുദ്ധി പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെ എന്തായാലും ഇനിയിപ്പൊ നമുക്ക് അത്യാവശ്യം ജോലികൾ ഈ മുളകും അത് കുരുമുളക് ഇടും കേട്ടോ. ഞാൻ എപ്പോഴും മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മത്തിയാണേ, അതവർ നന്നാക്കി തന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം പിന്നെ നമ്മുടെ സ്രാവ് മീനിന് എപ്പോഴും ഞാൻ മഞ്ഞളും ഉപ്പും മുളകും കൂടി, മുളക് കുറച്ച് ചേർക്കുള്ളൂ, എന്നിട്ട് തിരുമ്മി വെക്കും. അപ്പൊ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. സ്രാവ് അധികം ഞാൻ കറി വെക്കുള്ളൂ. അങ്ങനെ പിന്നെ ഡോഗ്സിന് ഞാൻ ഇങ്ങനെ പാല് മേടിക്കുമ്പോൾ എപ്പോഴും ഒരു 1/2 ലിറ്റർ പാലും 2 മുട്ടയും ഇങ്ങനെ പുഴുങ്ങിയിട്ട് അതും കൂടി കൊണ്ട് കൊടുക്കും. അപ്പൊ അവര് നല്ല എനർജി ആയിട്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടം മുട്ടയും പാലും. അങ്ങനെ അത് ചെയ്യണം. എല്ലാ ദിവസവും ഞാൻ പാല് കൊടുക്കാറില്ല. നമ്മൾ ഇതുപോലെ പുറമെ പോയിട്ട് മേടിക്കുമ്പോൾ ഒന്നിച്ച് മേടിക്കുമ്പോൾ ഞാൻ കുറച്ച് പാലങ്ങനെ കൊടുക്കും. ആ ഒരു രീതിക്കാണ്. എല്ലാ ദിവസവും കൊടുക്കാറില്ല. അങ്ങനെ മുട്ട എല്ലാ ദിവസവും ഞാൻ കൊടുക്കും കേട്ടോ. അപ്പൊ ആവശ്യത്തിന് കാൽഷ്യം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കിട്ടി ഇരുന്നോളൂ. പിന്നെ അവരുടെ ഫുഡ് ഞാൻ എപ്പോഴും അവരുടെ പാത്രത്തിൽ ഇങ്ങനെ തീരും എടുത്തു വെച്ചോണ്ടിരുന്നോളൂ. അതിലും ഇങ്ങനത്തെ ഘടകങ്ങളൊക്കെ ചേർത്തിട്ടാണല്ലോ. പിന്നെ ചിക്കനാണ്. ചിക്കന്റെ പാർട്സ് എപ്പോഴും മേടിച്ചിട്ട് 10 കിലോ അല്ലെങ്കിൽ 15 കിലോ അങ്ങനെ ഒന്നിച്ച് മേടിച്ചു വെക്കും. ആഴ്ചയിൽ നമുക്കൊരു 10 കിലോയൊക്കെ അവർക്ക് അങ്ങനെ വേണ്ടി വരും കേട്ടോ. ആ രീതിക്ക് മേടിച്ചു വെക്കും. അത് രാവിലെയും കൊടുക്കും. ചില ദിവസങ്ങളിൽ വൈകുന്നേരവും കൂടി കൊടുക്കും. കുറച്ച് ചോറ് അവർക്ക് ഒട്ടും ഇഷ്ടമില്ല അതിന്റെ കൂടി ഇടുന്നത്. അമ്മ മൊത്തം എനിക്ക് ചിക്കൻ താന്നുള്ള മട്ടില അവര് പറിച്ചിലൊക്കെ. പക്ഷെ നമുക്ക് അത്രയും ഭയങ്കര പൈസ വേണം ഇവരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ. അതുപോലെയാണ് എസ്പെഷ്യലി ജർമ്മൻ ഷെപ്പേർഡ്. മറ്റേ പട്ടിക്കുഞ്ഞ് പിന്നെ മറ്റേ നമ്മുടെ ഡോഗ് കുഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. പക്ഷെ ഇതങ്ങനെയല്ല. എനിക്ക് മീനൊന്നും വേണ്ട. അമ്മ ഒന്നെങ്കിൽ ബീഫ് മേടിച്ചോണ്ട് പോവാ, അല്ലെങ്കിൽ ചിക്കൻ മേടിച്ചോണ്ട് പോവാ. അത് കിട്ടുമല്ലോ ഈ നാട്ടില്. അമ്മ അതിങ്ങ് മേടിച്ചോണ്ട് പോവാ. പിന്നെ അമ്മ എന്തിനാ ഇതിന്റെ ഇടയ്ക്ക് ചോറ് കൊണ്ടുപോയി വേവിച്ചിടുന്നേ? അങ്ങനെയൊക്കെ ഒരു ചോദ്യമാണ് കേട്ടോ ഇറക്കി. അങ്ങനെയാണ്. അപ്പൊ ഭയങ്കര ചെലവ് വരും കേട്ടോ നമുക്ക് ശരിക്കും. പക്ഷെ നമുക്ക് ഭയങ്കര സ്നേഹമാണ് ഇവരോട്. ഒരിക്കലും ഇവരെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അത് നോക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ ഞാൻ പാലും കൂടി കൊടുത്തു. ഇനിയിപ്പം കുറച്ചു നേരം കഴിയുമ്പോൾ ഇനിയിപ്പം ഞാൻ ഇന്നിപ്പോ അഴിച്ചുവിടാതെ ഇങ്ങനെ പൂട്ടിയിടാൻ കാരണം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ ഫോണെല്ലാം തട്ടിമറിച്ചിടും. എനിക്ക് പേടിയാണ്. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചാണ് ഫോണല്ലേ. അപ്പൊ ആ സ്റ്റാർ ഭയങ്കര ഓട്ടമാണ്. അതായത് ഇവര് 1 മാസമായിട്ട് പൂട്ടിയിട്ടേക്കോ എന്നുള്ള മട്ടില്ല ഇവര് ഏപ്പ ഒന്ന് അഴിച്ചുവിട്ടാലും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഫോൺ തട്ടിമറിച്ചിടുമെന്ന് പേടിയായതുകൊണ്ട് ഞാൻ ഇപ്പൊ അവരെ അങ്ങനെ ചങ്ങലക്കിട്ടേക്കുന്ന, അല്ലെങ്കിൽ ഫുൾ ടൈം ഞാൻ ഇവരെ അഴിച്ചുവിട്ടേക്കുമായിരിക്കും. അങ്ങനെ ഇനിയിപ്പോ നമുക്ക് വൈകുന്നേരം മിറ്റൊക്കെ ഒന്ന് അടിക്കണം. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടും ഇപ്പൊ. അപ്പം എന്റെ ഡിന്നർ എന്ന് പറയുന്നത്, ഡിന്നർ പ്രിപ്പറേഷൻ, നമ്മുടെ നൈറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് 4 മണിക്ക് തുടങ്ങും കേട്ടോ. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് അത്യാവശ്യം ചെടികൾ നനയ്ക്കാനൊക്കെ അതൊക്കെ നനയ്ക്കും. പിന്നെ ഈ പെറ്റ്സിന്റെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനുണ്ടാവും. അത് ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചാൽ, ഈ ബ്രഷ് ഉപയോഗിച്ച് കഴുകണം. കൈ കൊണ്ടല്ല കഴുകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ട് കഴുകേണ്ട സിറ്റുവേഷൻ വന്നാൽ ഗ്ലൗസ് ഇട്ടിട്ടേ കഴുകുള്ളൂ. ഇതിപ്പോ കൈയൊന്നും ഡയറക്റ്റ് ടച്ച് ആവില്ല. എന്നിട്ട് ഞാൻ പോയിട്ട് നന്നായിട്ട് കൈ നമ്മള് പുറമേ തന്നെ ഇങ്ങനെ സോപ്പിന്റെ ഡിഷ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭിത്തിയിൽ അച്ഛൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ പൈപ്പിന്റെ അടുത്ത് തന്നെ നമുക്ക് അത് കൈയും കൂടി കഴുകി അങ്ങനെ നമുക്ക് പോകാം. അങ്ങനെ എല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ കൂടി വർക്കുകൾ ഈസിയാ. നമ്മൾ ഒറ്റയ്ക്കുള്ള യുദ്ധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പൊ ഞാൻ റെഡി ആയിട്ട് അറേഞ്ച് ചെയ്ത് നോക്കും. പിന്നെ ഒരു 3-4 ദിവസത്തേനുള്ള പാത്രം, 12 പാത്രത്തോളം ഞാൻ ഇങ്ങനെ സ്റ്റീൽ പാത്രം മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ദിവസം നമുക്ക് കഴുകാൻ പറ്റിയില്ലെങ്കിലും പാത്രങ്ങളെല്ലാം എക്സ്ട്രാ ഉണ്ടാവും. ആ രീതിക്ക് ടൈം പോലെ അങ്ങനെ. ഇനി എന്റെ അടുത്ത ഒരു യുദ്ധം എന്ന് പറയുന്നത് മിറ്റം അടിക്കുക എന്നുള്ളതാണ്. അത് ഫുള്ള് ഞാൻ അങ്ങ് അടിച്ചിടും എല്ലാ ദിവസവും തന്നെ, രാവിലെയോ വൈകുന്നേരം. അങ്ങനെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചുറ്റും ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്.
ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളിങ്ങനെ നമ്മുടെ വീടും അടിച്ച് മിറ്റും അടിച്ച് എല്ലാം നീറ്റായിട്ട് ഇങ്ങനെ മാറാലൊന്നും പിടിക്കാതെ അത് ഭയങ്കര പോസിറ്റിവിറ്റി കൊണ്ടുവരും നമുക്ക് മനസ്സിനും അതുപോലെ നമ്മുടെ പരിസരങ്ങൾക്കും ഒക്കെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരും. അങ്ങനെ പിന്നെ ഒരു ചെറിയ ഇളം വെയിൽ ഈ സമയത്ത് നമുക്ക് കൊള്ളാനും പറ്റും. എന്തായാലും എല്ലാ ദിവസവും നമുക്ക് ചെറിയൊരു ഇളം വെയിലെങ്കിലും നമ്മൾ കൊള്ളണം. അത് കുറെ ബാക്ടീരിയകൾ നശിച്ചു പോകാനും പിന്നെ നമ്മുടെ മനസ്സിന്റെ ഹെൽത്തിനും ഒക്കെ ഇളം വെയിൽ ഒത്തിരി ഉപകാരം ചെയ്യും, കരിവെയിലല്ലാത്ത വിധത്തില്. അങ്ങനെ പിന്നെ ഞാനിപ്പോ പുറമേ പോയിട്ട് വന്നിട്ടൊന്നും മുഖമൊക്കെ കഴുകിയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഇങ്ങോട്ട് ഇളവെയിൽ കൊള്ളാൻ ഇറങ്ങുവാണെങ്കിൽ പോലും ഞാൻ കുറച്ച് സൺസ്ക്രീൻ ഒക്കെ തേച്ചിട്ടാണ് ഇങ്ങോട്ട് വൈകുന്നേരത്തെ പണികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുക. ഇന്ന് ഞാനിപ്പോ മുഖമൊക്കെ കഴുകിയിട്ട് അങ്ങനെ വന്നാൽ ഞാൻ സൺസ്ക്രീനും തേച്ചിട്ടില്ല. അപ്പൊ പിന്നെ വലിയ വെയിലില്ല, ചെറിയൊരു മൂടലും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഫുള്ള് മിറ്റ് ഞാൻ അടിച്ചിടും. ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊടി അങ്ങനത്തെ ഒന്നല്ല, ഈ ഒരു ഇലകളും പൂക്കളുടെ ഇതളുകളും അങ്ങനെയാണ് ഉണങ്ങി കിടക്കുന്നത്. പിന്നെ മുളയുള്ളത് കൊണ്ട് മുളയുടെ കുറേ ചപ്പുകളും വീണ് കിടക്കും. പക്ഷെ അതൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തികേടാണ്, നമുക്കൊരു തൃപ്തിയില്ല. അപ്പൊ എല്ലാം ഇങ്ങനത്തെ ഈ പുല്ലിന്റെ ചൂല് മേടിക്കും. പുല്ലല്ല, ഈർക്കിളിയുടെ ചൂല്, ഈ തെങ്ങിന്റെ ഈർക്കിളിയും കൊണ്ട് അങ്ങനെ ചൂലുണ്ടാക്കാൻ പറ്റും. ഞാനങ്ങനെ ഉണ്ടാക്കാറുണ്ട് ടൈമുള്ളപ്പോ, ഇല്ലെങ്കിൽ ഞാൻ മേടിക്കും. ഇതെല്ലാം നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ വയനാടായതുകൊണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ വേഗം ചെടി നനച്ചു. പക്ഷെ കാറ്റ് ഊതി തുടങ്ങി. കാറ്റ് ഊതിയ വൈകുന്നേരം ചെറുമഴ പെയ്യാൻ സാധ്യതയുണ്ട്. പുതുമഴയുടെ സമയമാണ് ഇപ്പൊ. അതുകൊണ്ട് എന്നാലും ഞാൻ ചെടികൾ ഇവിടെ ഈ മഴയത്ത് നനയാത്ത ചെടികളുണ്ടല്ലോ അതെല്ലാം ഞാൻ നനയ്ക്കും. പിന്നെ ചുറ്റോട് ചുറ്റുള്ള ചെടികളെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന എത്ര മാക്സിമം ഞാൻ നനച്ചിടാറുണ്ട് കേട്ടോ. അപ്പൊ ആ രീതിക്ക് ഇനിയിപ്പോ വേഗം കയറി പോണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കറണ്ടൊക്കെ പോയാൽ അതിനു മുമ്പ് നമുക്ക് കുറെ കാര്യങ്ങൾ ഉള്ളിൽ ചെയ്തു വെക്കാനുണ്ട്. അതുകൊണ്ട് വേഗം നനച്ചിട്ട് അങ്ങ് പോകാം എന്ന് ഓർത്തിട്ട് ഞാൻ ആ പണികളും കഴിഞ്ഞു. അപ്പൊ തന്നെ മനസ്സിന് ഭയങ്കര തൃപ്തി കിട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം റിലാക്സ് ആയിട്ട് ചുറ്റോട് ചുറ്റും നോക്കി പ്രകൃതിയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ലൈഫിന്റെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഓർത്ത് പിന്നെ എന്താ മനസ്സിലേക്ക് കുറെ സന്തോഷങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഭയങ്കര തൃപ്തിയായിരിക്കും കേട്ടോ. നമുക്കിങ്ങനെ മിറ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് എല്ലാം വൃത്തിയിലൊന്ന് കണ്ടു കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കുറച്ചു നേരം. പിന്നെ ഞാൻ വൈകുന്നേരം ഒന്നോടെ സന്ധ്യാസമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആകാശവും ഇങ്ങനെ ഈ ഒരു പച്ചപ്പിന്റെ ഇടയ്ക്കോടെ ഇങ്ങനെ ഇരുട്ടാവുന്നതിന് തൊട്ട് മുമ്പുള്ള ആകാശം എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ഫീലാണ്. അതിനുവേണ്ടി ഞാൻ ഒന്നോടെ മുറ്റത്തോട്ട് ഇറങ്ങൂട്ടോ ഫൈനലി. ഇപ്പൊ നമുക്കിപ്പോ പണികളൊക്കെ തീർത്തിട്ട് ഇനി ഉള്ളിലെ പണികളൊക്കെ ചെയ്ത് തീർക്കാന്നുള്ളതാണ്. നമുക്ക് അടിച്ചു വരാനും തുടയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇന്ന് എനിക്ക് മെയിനായിട്ട് വീഡിയോയിലൊക്കെ ഉണ്ടാക്കാനുണ്ട്. പിന്നെ നാളത്തേന് കൊറിയർ വിടാനുള്ള സ്ലിപ്പുകളൊക്കെ ഇതിന്റെ ഇടയ്ക്കൂടെ ഞാൻ മൊബൈലൊക്കെ നോക്കി മെസ്സേജിന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടൈം പോലെ. പിന്നെ ഞാൻ നേരെ പോയിട്ട് അത് സ്ലിപ്പുകളെല്ലാം അച്ഛനിട്ട് കൊടുക്കും. അപ്പൊ അവൻ എനിക്ക് രാത്രിയാകുമ്പോൾ സ്ലിപ്പൊക്കെ എടുത്തു തന്നോളൂ. അങ്ങനെയൊക്കെയാണ്. ചെടികളൊക്കെ ഒന്നോടെ എൻജോയ് ചെയ്ത് കണ്ടിട്ട് നമുക്കിനിയിപ്പോ നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി പോകാം. എത്ര നേരം നമ്മൾ പുറത്തു നിന്നാലും നമുക്ക് കയറി പോരാൻ തോന്നൂല കേട്ടോ. അത്രയും നമുക്ക് സന്തോഷമാണ് ഈ പൂക്കളും പച്ചപ്പും കാണുമ്പോൾ. അതുകൊണ്ടാണ് കൂട്ടുകാരെ ഞാൻ പറയുന്നത്, നമ്മുടെ അടുത്ത് നല്ല ക്രീപ്പർ പ്ലാന്റുകളുണ്ട്. നിങ്ങൾ എവിടുന്നെങ്കിലും ഒക്കെ നഴ്സറികളിൽ നിന്നോ അല്ലെങ്കിൽ നല്ല നല്ല ക്രീപ്പർ പ്ലാന്റുകൾ നശിച്ചു പോകാത്ത ഇപ്പൊ ഒരു 25 കൊല്ലം 30 കൊല്ലം നമുക്ക് വളർന്ന് കിട്ടുന്ന അങ്ങനെ നിൽക്കുന്ന ചെടികൾ നടുന്നതല്ലേ എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രീപ്പർ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത്. അതാകുമ്പോൾ അങ്ങനെ നിന്നോളൂ. നമ്മുടെ ഒരു ആയുസ് മുഴുവൻ അത് നമുക്ക് കൂട്ടായിട്ട് അങ്ങനെ നിന്നോളും. അങ്ങനെയാണ്. ഇതിപ്പോ കാസ്ട്രോയും ബാക്കി ഒരു ഫാഷൻ ഫ്ലോറ എന്ന് പറയുന്ന ഒരു ചെടിയും കയറി കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ സെയിലുണ്ട്. അപ്പൊ അതെല്ലാം അങ്ങനെ. ഇനിയിപ്പോ നമുക്ക് നേരെ വീണ്ടും ഉള്ളിലേക്ക് കയറി പോകാം. വരാന്തെല്ലാം ഞാനൊന്ന് അടിച്ച് തുടച്ചിടും കേട്ടോ. അതിനെല്ലാം കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഞാൻ ഇതെല്ലാം ഓരോന്നോരോന്നെ ആക്കിയിട്ട് കഴുകാൻ വെക്കും. കഴുകി വെള്ളം പോകാൻ വേണ്ടിട്ട് വെക്കും. എന്നിട്ട് ഞാൻ വേഗം അടിച്ചു വരാം. ഇനിയിപ്പം ശുഭച്ച് പോരാനാവും. അപ്പൊ അവനൊരു ചായ വെക്കും. എന്നിട്ട് ഞാൻ വേഗം ഇനി ഫുള്ളും അടിച്ചു വരും. അതിന്റെ ഇടയ്ക്ക് നമ്മൾ രാവിലെ വിരിച്ചിട്ട് തുണി എല്ലാം ഉണങ്ങി കിടപ്പട്ടെ. അതെല്ലാം ഞാൻ എടുത്തിട്ട് ഒരു മുറിയിലേക്ക് ഇടും. ഇന്നിപ്പം മടക്കി വെക്കാൻ എന്റെ സമയമില്ല. അപ്പൊ ഞാൻ അതെല്ലാം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നേരെ ഇത് പിന്നെ അടിച്ചു വാരിയിട്ട് പെട്ടെന്ന് കുളിക്കും. അതിന്റെ ഇടയ്ക്ക് എനിക്ക് മീനും കൂടി കറി വെക്കണം. അത് പിന്നെ ഓക്കെ എളുപ്പത്തില്ല. ചായ വെക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ മീനങ്ങ് അടുപ്പത്തോട്ട് വെക്കും. എന്നിട്ട് വേഗം അടിച്ചു വരാൻ പോകും. എന്നിട്ട് പിന്നെ ചിലപ്പോൾ ആ മീൻ വേവുന്ന ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് നേരം എക്സസൈസ് ചെയ്യാം. അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ നേരെ കുളിക്കാൻ പോകും. പിന്നെ ഈ പണികളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് ഞാൻ എക്സസൈസ് സ്കിപ്പ് ചെയ്യാം. ചിലപ്പോൾ മിക്സർ നേരമൊക്കെ ചെയ്യാം. അങ്ങനെ എന്നിട്ട് വേഗം കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ കുളിക്ക് കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് വേണം നമുക്കിനി ബ്യൂട്ടി ഓയിലിന്റെ പരിപാടി തുടങ്ങാം. അപ്പോഴത്തേക്ക് ഇതിന്റെ വെള്ളമൊക്കെ പോയി ഇരിക്കും. പിന്നെ ഞാനെല്ലാം നമുക്ക് അരിയാളെല്ലാം അരിഞ്ഞ് എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ട് പിന്നെ ബ്യൂട്ടി ഓയിൽ ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ ബ്യൂട്ടി ഓയിൽ ഉണ്ടാക്കി എല്ലാം ബോട്ടിലാക്കിയിട്ട് ഇവിടെ കൊടുക്കും. എന്നിട്ട് നാളെയാണ് എല്ലാം ഒട്ടിക്കൊക്കെ ചെയ്യുള്ളൂ. ഇന്ന് ഒട്ടിക്കത്തില്ല. ഇഷ്ടംപോലെ ഓർഡർ വരും. നോക്കിക്ക് അത്രയും നമ്മൾ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഇവരൊക്കെ ഇങ്ങനെ മേടിക്കുന്നത്. എല്ലാ പ്രൊഡക്റ്റുകളും മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഭയങ്കര സന്തോഷം. അങ്ങനെ പിന്നെ നല്ല പിന്നെ എന്താ പറയാ ഒത്തിരി ഇഷ്ടമാണ്. അവർ തന്നെ അടുത്ത ആൾക്കാരോട് പറയും. അങ്ങനെയാണ് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. വാട്സപ്പ് ത്രൂ ആണ് നമുക്ക് മോസ്റ്റ്ലി കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് നാളെ കുറേ ബാക്കിയാണിട്ട് മാക്സിമം ഞാൻ പാക്ക് ചെയ്തിട്ട് വിടും. അങ്ങനെയാണ്. ഭയങ്കര ഇതിനായിട്ട് അമ്മ ഒത്തിരി മൂന്നറിയോ രക്ഷയില്ല.
റോസാപ്പൂക്കളെല്ലാം കഴിഞ്ഞ് വെച്ചു. ഇനിയിപ്പോ നേരെ മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. മീൻകറി ഉണ്ടാക്കും. അപ്പോൾ ചായയും വെച്ചു. നമുക്ക് ചായയും തുറയ്ക്കാം. ഇനിയിപ്പോൾ ആ കൂടെ തന്നെ മീനും വറുക്കും. ചായ വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കും. അപ്പോൾ ഓക്കെ. പിന്നെ ഒരു ഫ്രൂട്ടും അങ്ങനെയൊക്കെ മതി. പിന്നെ ഞാൻ ബീട്രൂട്ട് തോരൻ വെച്ചത് ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ മതി. പിന്നെ വേണമെങ്കിൽ തൈര് കൊടുക്കാം. അങ്ങനെയൊക്കെ മതി. പപ്പടം കാച്ചാം, അച്ചാറുണ്ട്, അങ്ങനെയൊക്കെ മതി. ചീര ഉണ്ടെങ്കിൽ ഞാൻ തോരൻ വെക്കുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ചെയ്യട്ടെ. അശ്വകൊച്ചിന് പാൽച്ചായ വെച്ചു. അതിൽ ഞാൻ കുറച്ച് മോഷ്ടിച്ച് കുറച്ച് കുടിച്ചു. അപ്പൊ അവന് കുറച്ച് അളവ് കുറച്ച് വെച്ചു. അങ്ങനെയാണ്. ഇനിയിപ്പോ നമ്മുടെ സ്രാവ് മീൻ ഓൾറെഡി തിളച്ച് വേവാൻ തുടങ്ങി. പിന്നെ നമ്മളെ മീൻ വറുക്കാൻ വെച്ചു, മത്തി. പിന്നെ അപ്പോഴത്തേക്ക് അശ്വകൊച്ച് വന്നു കേട്ടോ. പിന്നെ അവന് ചായ ഒക്കെ കൊടുത്തു. അങ്ങനെ ഉണ്ണിയപ്പൊക്കെ അവൻ കഴിച്ചു. അങ്ങനെ പിന്നെ ഇനി ബെഡ്ഷീറ്റ് എല്ലാം വിരിക്കാൻ വേണ്ടി വരുവാണ്. ഇതും അങ്ങനത്തെ ബെഡ് സെറ്റ് ആണ്. അതാകുമ്പോൾ നമുക്ക് നല്ല സൗകര്യം, വേറെ ഒന്നും അന്വേഷിച്ച് നടക്കണ്ട. അപ്പൊ അതെല്ലാം ഒന്ന് വൃത്തിക്ക് വിരിക്കണം. അതിനുശേഷം ഇനിയിപ്പം കുളിക്കാൻ പോകും. കുളിച്ചിട്ട് വന്നിട്ടാണ് നമ്മൾ ഇനി ബ്യൂട്ടി ഓയിൽ ഭക്ഷണം കഴിച്ചിട്ട് ബ്യൂട്ടി ഓയിൽ ഉണ്ടാക്കും. ഇത് കണ്ട കൂട്ടുകാരെ, എന്റെ ഒരു രാത്രിയിലെ സീൻ ഇതുകളാണ്. ഞാൻ എപ്പോഴും കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നാൽ വലിയ ലൈറ്റ് ഇടൂല, ഇങ്ങനത്തെ ഡീം ലൈറ്റുകൾ ഇടും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ഒരു തീജ്വാല പോലെയുള്ള അത് ഹ്യൂമിഡിറ്റി കിട്ടാൻ നല്ലതാണ്. അത് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇലക്ട്രിക് ആണ്, പക്ഷെ അതിൽ വെള്ളം ഒഴിക്കാം. അപ്പൊ അത് ഇങ്ങനെ റൂമിന് നല്ല ഹ്യൂമിഡിറ്റി ആകും, നല്ലതാണ്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഫ്രോക്ക് നൈറ്റിയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രോക്ക് നൈറ്റീസ് അങ്ങ് എടുത്തിടും. അപ്പൊ അടിപൊളിയാണ്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യമാണ്. ആവശ്യത്തിന് അഴവുണ്ട്, എല്ലാം ഉണ്ട്. പുറകിലേക്ക് ഒരു ടൈ വേണമെങ്കിൽ നമുക്ക് ടൈ ചെയ്ത് നല്ല ഷേപ്പായിട്ട് ഇങ്ങനെ ഇടാം. ഡേ ടൈമൊക്കെ നൈറ്റ് വേണമെങ്കിൽ ആ ടൈ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൂസായിട്ട് കിടക്കുകയും ചെയ്യും. ആ രീതിയാണ്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നല്ല സൗകര്യമാണ്. ഡേ നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. എന്നാ ഇങ്ങനെ ഒരു അല കൊഴിഞ്ഞ പോലത്തെ നൈറ്റി അല്ലതാണ്. ഒരു ഫ്രോക്ക് നൈറ്റി ആയതുകൊണ്ട് താഴേക്ക് ഫ്രില്ലാണ് മുഴുവൻ കൊടുത്തേക്കുന്നത്. ഇത് മുട്ടിന്റെ താഴെ വരെ ഇറക്കമുള്ളത് കൊണ്ട് ഇതുപോലെ ഫുൾ ലെന്ത് ഉള്ളത് കൊണ്ട് കേട്ടോ. അങ്ങനെ ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ രീതിയാണ്. അടിപൊളിയാണ് കൂട്ടുകാരെ. അതെല്ലാവരും മേടിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ മേടിച്ചോളൂ. കോട്ടന്റെ ആണ്. പിന്നെ കോട്ടന്റെ പാന്റീസ് നമ്മൾ സെയിലുണ്ട് കേട്ടോ. അങ്ങനെയാണ്. സന്ധ്യയായി രാത്രിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം എന്റെ ബെഡ്റൂം എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് കുടഞ്ഞ് വിരിച്ച്, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റിയതാണെങ്കിൽ പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ഇങ്ങനത്തെ ബെഡ്റൂം ലാമ്പ് ഇട്ട്, പിന്നെ ഈ ഒരു ജ്വാല ഇതും ഇങ്ങനെ ഓണാക്കി കഴിയുമ്പോൾ ഭയങ്കര രസമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, വെള്ളം തന്നെ അതിന്റെ മുകളിൽ നമ്മളൊരു തട്ടിൽ ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പൊ അത് ഒറിജിനൽ നീരാവി തന്നെയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാ, ഭയങ്കര ശാന്തത. ഇപ്പൊ ഈ ഒരു ലൈറ്റ് ഇട്ടേക്കണ ഞാനിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. ശരിക്കും ലൈറ്റും കൂടി ഓഫ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ TV മാത്രം ഞാൻ എപ്പോഴും വെക്കും. അതിൽ ഞാൻ ചിലപ്പോ ഇങ്ങനെ ഈ ഫയർ ക്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓണാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസം. അതിന്റെ ഒരു സൗണ്ടും ഒന്നെങ്കിൽ ഒരു മഴ, റെയിൻ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സൗണ്ടും ഭയങ്കര നൊസ്റ്റാൾജിയ, മഴക്കാലത്തിന്റെ ഒരു ഫീലും. അങ്ങനെ എന്നിട്ട് ഈ വലിയ ലൈറ്റും ഒക്കെ അങ്ങ് ഒഴിവാക്കാം. 5 മണിയാകുമ്പോൾ നമ്മുടെ കുഞ്ഞ് കയറി കിടന്ന് ഉറങ്ങിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ കൂട് ബാഗ് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. എയർ സർക്കുലേഷൻ ഒക്കെ ഇട്ടാ 3 തുളയൊക്കെ ഉണ്ടായില്ലേ. എന്നിട്ട് അതിൽ ഇതിലിങ്ങനെ പൊതിഞ്ഞൊരു തൊപ്പിയാണ് അത്. അതിലിങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ ഫുള്ള് അടച്ചു വെക്കണം കേട്ടോ. ചെറിയൊരു ഓട്ടം ഞാൻ അതിന്റെ അരികിൽ ഇട്ടിട്ടുണ്ട് ആ തൊപ്പി. പിന്നെ തൊപ്പി ആയതുകൊണ്ട് എയർ കയറും. അങ്ങനെ ഇതിന് നേരം വെളുക്കുന്നവരെ ഈ വീട്ടിലൊരു എന്ത് ഭൂകമ്പം ഉണ്ടായാലും ഇത് അറിയൂല. ഇത് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ. ഉറങ്ങുവാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നേരം വെളുക്കാതെ ഇനി എണീറ്റ് വരില്ല. ഇൻ കേസ് ഭയങ്കര വല്ല സൗണ്ടും കേട്ട് വല്ല സ്വപ്നം കൊണ്ട് ഞെട്ടി എണീറ്റാലും വീണ്ടും നമ്മളെ തൊപ്പി കാണിച്ചു കൊടുത്താൽ അതിനകത്തോട്ട് കയറി ഇത് ഇങ്ങനെ പമ്മി ഇരുന്നോളൂ. പിന്നെ അതിനെ അതുപോലെ പുതപ്പിച്ച് വെക്കാം കേട്ടോ. ആ രീതി അത് നല്ല രസമാണ്. അത് കൂട്ടിക്കയറി അത് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സീന്. അപ്പൊ പിന്നെ നമ്മളെ കണ്ടില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഉറക്കം മസ്റ്റാണ്. ആ ഒരു രീതിയിലാണ് പശുക്കുഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ്. ഇനിയിപ്പോ നമുക്ക് നേരെ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട് കഴിച്ചിട്ട് നേരെ നമുക്ക് ബ്യൂട്ടി ഓയിൽ ഉണ്ടാക്കാൻ പോകാം. അങ്ങനെ നമ്മുടെ ദിവസത്തിന്റെ ഏകദേശം എൻഡിലേക്ക് എത്തുവാണ്. എന്നാലും സന്തോഷമാണ്. രാവിലെ മുതൽ നമ്മൾ ഒത്തിരി ജോലികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മൊത്തം ജോലിയൊന്നും കാണിച്ചിട്ടില്ല. ഇതിന്റെ ഇടയ്ക്കോടെ നമ്മളൊരു 100 കൂട്ട ജോലികൾ ചെറുതും വലുതുമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതെല്ലാം കൂടി ഉൾപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ലേഡീസ് മോസ്റ്റ്ലി പുറമേയും കൂടി ജോലി ചെയ്യുന്നവരാണെങ്കിൽ പുറമേയും അകമേയും വീട്ടിൽ വന്നിട്ട് ഈ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര സങ്കടമൊന്നും ഇല്ല കേട്ടോ. കാരണം പുറമേ ജോലിക്ക് ഞാൻ പോകുന്നില്ലല്ലോ. അത് തന്നെ എനിക്ക് സമാധാനം. നമ്മൾ വീട്ടിലുള്ള ജോലികൾ തന്നെയാണല്ലോ. അപ്പൊ എനിക്ക് അതോർക്കുമ്പം ബാക്കിയുള്ള ഓരോ വീട്ടന്മാർ ചെയ്യുന്നതിന്റെ പകുതി പണിയെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ആശ്വാസം എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്നാലും കുറെ ജോലിയുണ്ട് രാവിലെ മുതൽ. നമ്മുടെ വീടൊക്കെ കുറച്ച് വലുതായതുകൊണ്ടും ബാക്കി പെറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കെയറും, വീടിന്റെ കെയറും പെറ്റ്സിന്റെ കെയറും എല്ലാം കൂടി എടുക്കുമ്പോൾ നമ്മുടെ പെറ്റ്സിന്റെ കെയറും എല്ലാം കൂടി, പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ബിസിനസ്സും കൂടി ഉള്ളതുകൊണ്ട് അതും എല്ലാം അതിന്റെ പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൂടി കുറെ ജോലികളുണ്ട്. എന്നാലും നമുക്ക് സന്തോഷമായിട്ടോ. നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള എനർജി നമുക്ക് പ്രകൃതി തരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം. അങ്ങനെയാണ്. പിന്നെ എനിക്ക് നിങ്ങളെ പോലെ ഒത്തിരി നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ വിടുന്ന കുറെ മെസ്സേജുകൾ കാര്യങ്ങളുണ്ട്. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്.
നമ്മുടെ ഇങ്ങനത്തെ ഫീമെയിൽ ഫ്രണ്ട്സ്. അപ്പൊ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കുറെ വോയിസ് മെസ്സേജ് ഉണ്ടാവും. പിന്നെ 5 കുറെ വോയിസ് മെസ്സേജ് വിടും. അങ്ങനെ പിന്നെ ഞാൻ അനിത്യമാരെ വിളിക്കും, അമ്മേനെ വിളിക്കും. അങ്ങനെയൊക്കെ കുറെ സംസാരിച്ച് നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമുക്ക് എന്താ പറയാ ചുറ്റോട് ചുറ്റും നമുക്ക് പോസിറ്റിവിറ്റി ആയി ഇപ്പൊ എവിടെ തിരിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ എനർജിയിലാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. നാളെ കുറിച്ച് നമുക്ക് കുറെ നല്ല സ്വപ്നങ്ങളുണ്ട്. നാളെയും ഇതുപോലെ കുറെ ജോലികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓക്കെയാണ്, എല്ലാ കാര്യവും നമുക്ക് ഓക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പൊ ശരി കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താൻ തോന്നുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ലൈക്കും ഷെയറും കമന്റും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്.